തുടങ്ങി വെച്ചോളാം. ശരി, വിളിച്ചോക്കപ്പോൾ എവിടെയുള്ളതെന്ന് ഒരു ചെസ് ടൂർണമെന്റ് പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. നമസ്കാരം. പുതുപ്പള്ളിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പിണങ്ങിയ സുധാകരനും സതീശനും സമരാഗ്നി ആലപ്പുഴയിലെത്തിയപ്പോൾ വീണ്ടും നേർക്കുനേർ. വാർത്താ സമ്മേളനത്തിന് എത്താൻ വൈകിയ സതീശനെ തെറി പറഞ്ഞത് മാധ്യമങ്ങളുടെ മൈക്കും ക്യാമറയും പിടിച്ചെടുത്ത് തത്സമയ സംപ്രേഷണം നടത്തിയതോടെ KPCCയിലെ തർക്കങ്ങൾ വീണ്ടും ജനമധ്യത്തിൽ എത്തി. സമരാഗ്നി വേദിയിൽ നിന്ന് സുധാകരൻ പിന്നീട് ഇറങ്ങിപ്പോയി. പരാതിയുമായി സതീശൻ AICCയെ സമീപിച്ചു. ഹൈക്കമാൻഡ് ഇടപെട്ടു. ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നാണ് സുധാകരനും സതീശനും പറയുന്നത്. സുധാകരന് അബദ്ധം പറ്റിയതല്ലെന്നാണ് സതീശൻ പക്ഷം കരുതുന്നത്. ഈ നേതൃത്വത്തെ കൊണ്ട് സമരാഗ്നിയുടെ ലക്ഷ്യം കാണാനാകുമോ എന്നാണ് അണികളുടെ സംശയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ജനങ്ങളെ എങ്ങനെ സമീപിക്കും എന്നാണ് മറ്റൊരു പ്രശ്നം. അതിനിടയിൽ ഇടഞ്ഞു നിൽക്കുന്ന മുസ്ലിം ലീഗിനെ മെരുക്കാൻ സതീശനും സുധാകരനും ചേർന്ന് എങ്ങനെ സാധിക്കും എന്നതും UDFനെ അലട്ടുന്ന വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവും MLAയുമായ PP ചിത്തരഞ്ജൻ, കോൺഗ്രസ് സഹയാത്രികൻ പ്രൊഫസർ AG ജോർജ്, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് N ലാൽകുമാർ എന്നിവർ. ഏറ്റവും ആദ്യം പ്രൊഫസർ AG ജോർജ്, കോൺഗ്രസിനോട് വലിയ സ്നേഹമുള്ള ആളാണ് അങ്ങ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് കോൺഗ്രസിന് ചേർന്ന പരിപാടിയാണോ? ഈ സുധാകരൻ ഇന്ന് സതീശനെ മാധ്യമങ്ങൾ പിടിച്ചെടുത്ത ആ ശബ്ദത്തിലൂടെ എല്ലാവരും അറിഞ്ഞു എന്നുള്ളത് ഓക്കെ, പക്ഷേ ആരും അറിയാതെ ആണെങ്കിൽ കൂടി ഒരു സൗഹൃദത്തിൽ ആണെങ്കിൽ പോലും ഈ രീതിയിൽ രണ്ട് നേതാക്കൾ തമ്മിൽ പെരുമാറുന്നത് ശരിയാണ്? ഡോക്ടർ ലാലെ എന്നെ പരിചയപ്പെടുത്തിയ പറഞ്ഞ വാക്ക് ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു. ഇംഗ്ലീഷിലെ ഒരു പഴഞ്ചൊല്ലുണ്ട്, അതൊന്നും അനുസ്മരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ലാലു ഒരു കോളേജ് അധ്യാപകനാണല്ലോ. അതായത് മേക്കിംഗ് എ മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ഇംഗ്ലീഷ്. അതായത് ഒരു ചെറിയ മൺകൂനയിൽ നിന്ന് ഒരു മലയുണ്ടാക്കുക എന്നാണ് അതിൻ്റെ മലയാളത്തിലെ പരിഭാഷ. ഇപ്പോൾ യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് എന്ന് പറയുന്നതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാരണം മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പൊതുവായി ഈ അടുത്ത കാലങ്ങളിൽ കാണുന്ന അവരുടെ സമീപനം എന്ന് പറയുന്നത് ഒരു മത്സര സമീപനമാണ്. അതിനെ ഞാനൊരു അനാരോഗ്യകരമായ മത്സരമാണ് ചില സമയത്ത് എന്ന് പോലും വിവക്ഷിക്കേണ്ടതായിട്ട് വരും. ആരാണ് ഈ കേമൻ? അതായത് ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറയുന്നിടത്ത് ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, ആകർഷിക്കുന്നതിന് വേണ്ടി ചില ഈ പറയുന്നതായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ച് നമ്മളെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു സെൻസേഷണൽ ജേർണലിസത്തിലേക്കാണ് ഇപ്പോഴത്തെ മാധ്യമങ്ങൾ. അത് കൈരളിയാകട്ടെ, ജയ്ഹിന്ദ് ആകട്ടെ, ഏതുമാകട്ടെ അതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. പ്രൊഫസർ AG ജോർജ്, അങ്ങ് വിഷയം മാറിപ്പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ട് ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ മാധ്യമങ്ങളുടെ സെൻസേഷണലിസം ഒക്കെ എവിടെ വരുന്നു? ആ ചർച്ചയിൽ എന്താണ് കാര്യം മനസ്സിലാകുന്നില്ല. ഇവിടെ നമ്മൾ ആദ്യം കേൾപ്പിച്ചു സുധാകരൻ പറയുന്ന ആ കാര്യങ്ങൾ എന്താണെന്ന്. പക്ഷേ ആ വാക്ക് അതുപോലെ കേൾപ്പിക്കാൻ നമുക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. കൈരളി അങ്ങനെ ചെയ്യുന്ന ഒരു ചാനലല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് സതീശനെ സുധാകരൻ വിളിച്ചത് അങ്ങും കേട്ടതാണല്ലോ. ആ ബൈറ്റ് അങ്ങയുടെ കയ്യിലും കാണുമല്ലോ. അത് ശരിയാണോ? ആ വാക്കുപയോഗിച്ചത് ശരിയാണോ? ഒരു KPCCയുടെ അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനെയാണോ അരമണിക്കൂർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്താൻ വൈകിയതിനെ വിളിക്കേണ്ടത്? ലാലെ, ഞാൻ ആ വിഷയത്തിലേക്ക് തന്നെ വരാനാണ് മുഖവര തുടങ്ങിയത്, അല്ലാതെ വിഷയത്തിൽ നിന്ന് മാറുകയല്ല. ദയവായി തെറ്റിദ്ധരിക്കരുത്. ആ വാക്ക് ഞാൻ നേരിട്ട് മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും കേട്ടതാണ്. യാതൊരു കാരണവശാലും ആ ഉപയോഗത്തെ ന്യായീകരിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. അത് ഒരു കോൺഗ്രസ്സുകാരനും ന്യായീകരിക്കും എന്ന അഭിപ്രായവുമില്ല. എന്നാൽ അതിനുശേഷം നടന്നതായിട്ടുള്ള
സംഭവങ്ങളെ കൂടെ നമ്മൾ കാണാതെ ഇല്ല, അതിലേക്ക് വരാം. അതിനുശേഷം നടന്ന സംഭവങ്ങളിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ആ സംഭവമാണല്ലോ ഇതിന് മൂല കാരണം. KPCC അധ്യക്ഷൻ അങ്ങനെ വിളിച്ചത് ശരിയല്ല എന്ന് അങ്ങ് പറയുന്നു. പക്ഷെ അങ്ങനെ വിളിച്ചത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആ മനസ്സെന്താണ്, സുധാകരന്റെ ആ മനസ്സെന്താണ് തെളിയിക്കുന്നത്? അങ്ങനെ മനസ്സ് വായിക്കത്തക്ക രീതികളൊന്നും ആകുമ്പോൾ നമുക്ക് പണ്ട് വിളിച്ചിട്ടുള്ള പലരെ കുറിച്ച് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പോഴങ്ങനെ ഇതിൻ്റെ പേരിലൊരു മനസ്സിൻ്റെ ഘടനയായ ഒരു സമവാക്യത്തിലേക്ക് ലാല് പോകാൻ ശ്രമിക്കുന്നത് കുറച്ച് അധികപ്പറ്റാവും. കാരണം അതെങ്ങനെയാണ് അധികപ്പറ്റാവുക പ്രൊഫസർ AG ജോർജ്? അതായത് KPCC അധ്യക്ഷൻ വലിയൊരു സമര ജാഥ പ്രതിപക്ഷ നേതാവ് സതീശനുമായി ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ആലപ്പുഴയിൽ എത്തുമ്പോൾ അവിടെ മാധ്യമങ്ങളെ കാണാൻ പോകുമ്പോൾ 20 മിനിറ്റ് വൈകി എത്തി എന്നതുകൊണ്ട് സതീശനെ ഈ രീതിയിലൊരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണെങ്കിൽ ഉപയോഗിച്ചത് ആരും ചർച്ച ചെയ്യാൻ പാടില്ല എന്നാണോ? കോൺഗ്രസ്സുകാർ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. ഈ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന അങ്ങേപ്പോലെ ഒരാൾ ചർച്ചയിൽ വന്നിട്ട് പറയുന്നത് ഇത് ചർച്ച ചെയ്യാനേ പാടില്ല, അങ്ങനെ പറഞ്ഞാൽ പണ്ട് പലരും വിളിച്ചതൊക്കെ പറയേണ്ടി വരും. ഇത് എത്രമാത്രം ധാർമ്മികമായി ശരിയാണ്? അല്ല ലാലെ, ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവർ തമ്മിൽ ഇതിനെ സംബന്ധിച്ച് സംസാരിക്കുകയും അവർ തമ്മിൽ പൂർണ്ണമായി യാതൊരു മാനസികമായ അകൽച്ചയില്ല എന്ന് ആവർത്തിച്ച് അസന്നിഗ്ധമായ ഭാഷയിൽ പറയുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ആ വിഷയം സ്വാഭാവികമായി അസ്തമിച്ചിരിക്കുന്നു. അത് നാട്ടുകാർ കേട്ടപ്പോൾ, മാധ്യമങ്ങൾ ചർച്ചയാക്കിയപ്പോൾ അവർക്ക് വേറെ എന്ത് പറയാൻ സാധിക്കും? അതുകൊണ്ട് പറഞ്ഞാലേ. അല്ലാതെ അവർക്ക് മാനസികമായ അടുപ്പമുണ്ടെങ്കിൽ ഒരു KPCC അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവിനെ, മുൻപ് AK ആന്റണിയും K കരുണാകരനും അതിനുശേഷവും പലരും ഉണ്ടായിരുന്നല്ലോ, VM സുധീരനും മറ്റ് നേതാക്കളും ഉമ്മൻചാണ്ടിയും ഒക്കെ, മുല്ലപ്പള്ളിയും ഉമ്മൻചാണ്ടിയും ഒക്കെ ഇങ്ങനെയാണോ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചുകൊണ്ടിരുന്നത്? അല്ല, മാനസികമായ അകൽച്ച ഉണ്ടായി അവർ തമ്മിലുണ്ട് എന്ന് വിധി കൽപ്പിക്കാൻ താങ്കൾക്ക് എങ്ങനെ സാധിക്കും? അല്ല, ഇങ്ങനെ സാധാരണ വിളിക്കുന്നത് ഈ വാക്ക് ഉപയോഗിക്കുന്നവർ, ഞാൻ ഇങ്ങനെയുള്ള വാക്ക് ഉപയോഗിക്കാറില്ല. സാധാരണ എൻ്റെ സുഹൃത്തുക്കളോടോ എൻ്റെ സഹോദരങ്ങളോടോ ഞാൻ ഈ വാക്ക് ഉപയോഗിക്കാറില്ല. അപ്പൊ ഇങ്ങനെ വാക്ക് ഉപയോഗിക്കുന്ന രണ്ട് നേതാക്കളെ കാണുമ്പോൾ എങ്ങനെയാണ് കാണേണ്ടത് സാർ? ലാലെ, ഒരു കാര്യം അവർ തന്നെ പറഞ്ഞു, ഞങ്ങൾ സഹോദര തുല്യരാണ് ഇപ്പോഴും. അപ്പൊ സഹോദരന്മാർ ഇങ്ങനെയാണോ വിളിക്കുന്നത്? സഹോദരന്മാർ ഇങ്ങനെയാണോ അഭിസംബോധന ചെയ്യുന്നത്? ആ വിളിച്ച് നിങ്ങൾ സന്ദർഭത്തിൽ നടത്തിയ ആ വാക്കേൽ കയറി പിടിച്ച് വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമില്ല. ആ വാക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്ക് തന്നെയാണെന്ന് ഞാൻ തുടക്കത്തിൽ. ശരി, അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്ക് എന്തുകൊണ്ടാണ് KPCC അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചത്? അല്ല, അതെ, ഇതിന് മുൻപ് നേരത്തെ ബഹുമാനപ്പെട്ട ലാല് തന്നെ സൂചിപ്പിച്ചല്ലോ, പുതുപ്പള്ളിയിൽ വെച്ച് ഒരു മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തള്ളുന്നതും ഒക്കെ വ്യാഖ്യാനിച്ചല്ലോ. അപ്പോൾ അതൊക്കെ ഒരു സാന്ദർഭികമായിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായ ഒരു പ്രകടനം എന്നതിനപ്പുറമായി നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് പോലെ ഇവർ തമ്മിൽ എക്കാലവും മാനസികമായ അകൽച്ചയാണെന്നും അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൻ്റെ ഘടകം എന്നേക്കുമായി ഇതുകൊണ്ട് തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു എന്നൊക്കെയുള്ള കണക്കുകൂട്ടൽ അങ്ങേക്ക് അങ്ങനെ പറയാൻ അവകാശമുണ്ട്. അതിനെക്കുറിച്ചൊന്നും. ശരി, ഞാൻ തിരിച്ചു വരാം പ്രൊഫസർ AG ജോർജ്. അപ്പോൾ ഇത് സ്വാഭാവികമാണ്, ഇതിനെ ഊതിപ്പെരുപ്പിക്കുന്നതാണ്, ചെറിയ ഒരു മൺകൂനെ വലിയ കുന്നാക്കി മാറ്റി എന്നൊക്കെയുള്ള വലിയ അലങ്കാരങ്ങളൊക്കെ നമ്മളിവിടെ കേട്ടു. ശ്രീ PP ചിത്തരഞ്ജൻ, ഇത് കേരളത്തിലാണ് ഇങ്ങനെ കേട്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള സംഭാഷണമാണ്. പരസ്പര അഭിസംബോധന, പരസ്പരം എന്ന് പറയാൻ പറ്റില്ല, ഒരാൾ മറ്റൊരാളെ അഭിസംബോധന ചെയ്തതാണ് നമ്മൾ കേട്ടത്. പക്ഷേ അതിനെ വിശകലനം ചെയ്യുന്ന, കോൺഗ്രസിനെ സ്നേഹിക്കുന്ന പ്രൊഫസർ AG ജോർജ് പറഞ്ഞതാണ് നമ്മളിപ്പോൾ കേട്ടത്. CPM-ലും ഇങ്ങനെയൊക്കെ നടന്നാൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ നിങ്ങളും കാണുക? ചേട്ടാനുജന്മാർ ഇങ്ങനെയാണോ? ഓരോ പാർട്ടി നേതാക്കന്മാരുടെയും സംസ്കാരമാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിനേക്കാൾ മുമ്പായി പറയാനുള്ളത്, ഈ കോൺഗ്രസിൻ്റെ ജാഥ നിശ്ചയിച്ചപ്പോൾ തന്നെ ഇവരൊക്കെ തമ്മിലുള്ള അകൽച്ച എത്ര വലുതാണ് എന്ന് ബോധ്യപ്പെടുന്നതാണ്. നമ്മൾ ഒരു ജാഥയ്ക്ക് ഒരു ലീഡറിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ജാഥ രണ്ടുപേരും കൂടെ നയിക്കുന്നത് ഇവരെങ്കിലും പാർട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഒരു ജാഥയ്ക്കൊരു ലീഡറും ഒരു മാനേജരോ വൈസ് ക്യാപ്റ്റനോ ഒക്കെ ഉണ്ടാകും. ഇവിടെ ജാഥയുടെ ലീഡർ തന്നെ യോജിച്ച് KPCC പ്രസിഡൻറ്റിനെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെയോ അങ്ങനെ ഒരാൾ ഒരു ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സാഹചര്യം അതാണല്ലോ കേരളത്തിലെ കോൺഗ്രസ് ഇതിനു മുമ്പ് ആരായാലും നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയിട്ടുള്ളത്. രണ്ടുപേരും കൂടെ തന്നെ ഒരു ജാഥയ്ക്ക് പോകുന്നതോടുകൂടെ തന്നെ നമുക്കറിയാമല്ലോ എത്ര അധികം അകൽച്ചയാണ് ഇവരൊക്കെ തമ്മിലുള്ളത് എന്നതിനെ സംബന്ധിച്ച്. പുതുപ്പള്ളിയിലെ സംഭവം ബഹുമാനപ്പെട്ട ജോർജ് സാർ അത് ലളിതവൽക്കരിക്കാനാണ് നോക്കിയത്.
അത് പിന്നീട് തെറ്റുപറ്റിപ്പോയതാണെന്നുള്ള നിലയിൽ പറയേണ്ടി വന്നല്ലോ. സതീശൻ പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റിനോട് എടുത്ത നിലപാട്, ആ നിലപാടിനെ സംബന്ധിച്ചെല്ലാം നമ്മൾ കണ്ടതല്ലേ. ഇവിടെ നിങ്ങളത് ശ്രദ്ധിച്ച് കേട്ടെ. അദ്ദേഹം ഇതിനേക്കാൾ കൂടുതൽ കൂടെ പറഞ്ഞുതരാം. തൊട്ടടുത്തുണ്ടായിരുന്ന ഷാനിമോൾ ഉസ്മാനും അതുപോലെ തന്നെ ബാബു പ്രസാദ് DCC പ്രസിഡൻറ്റും മെയ്ക്ക് ഓണാണ് എന്ന് പറഞ്ഞത് കേൾക്കാം, നമുക്ക് കേൾക്കാം. എന്നുവെച്ചാൽ മെയ്ക്ക് ഓൺ അല്ലെങ്കിൽ അദ്ദേഹം ഇതിനേക്കാൾ കൂടുതൽ പിന്നെ അദ്ദേഹം എന്തും പറയും എന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്കെല്ലാം ഒരു ധാരണയുള്ളത് കൊണ്ടാണ് അവർ പേടിച്ചിട്ട് മെയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം കാറിൽ കയറി പോകുന്നൊരു രംഗമുണ്ട്, നിങ്ങളെടുത്ത് നോക്കണം. എന്ന് വെച്ചാൽ ഇവിടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്ര അപക്വമായ, ഇത്ര ദുർബലരായ ഒരു KPCC പ്രസിഡൻറ്റും ഒരു പ്രതിപക്ഷ നേതാവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡൻറ്റ്, രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ്. അതിനു മുമ്പ് ലാലു പറഞ്ഞില്ല, ഞാൻ അവരുടെ എല്ലാം പട്ടികയിലേക്ക് പോകുന്നില്ല. പക്ഷെ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ രണ്ട് പേരും KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ആൾ പറഞ്ഞത് നമ്മൾ കണ്ടതാണല്ലോ. എന്താ, ഗവർണർ സംഘപരിവാറുകാരെ, അവരിൽ നല്ലവരില്ലേ, സംഘപരിവാർ നല്ല ആൾക്കാരല്ലേ, അവരെ സെനറ്റിലെടുത്തതിനകത്ത് എന്താ കുഴപ്പം? ഏത് കസേരയിരുന്നുണ്ടാണ് പറയണത്? KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നുകൊണ്ട്. അദ്ദേഹം പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷെ KPCCയുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന മഹനീയമായ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിക്ക് മിനിമം ഉണ്ടാകേണ്ട ഒരു സംസ്കാരമുണ്ടല്ലോ. ആ സംസ്കാരം ഈ KPCC പ്രസിഡന്റിനുണ്ടോ എന്നുള്ളത് കോൺഗ്രസിൻ്റെ ആൾക്കാർ തന്നെ വിലയിരുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിനപ്പുറത്തേക്ക് അതേക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നും അദ്ദേഹം വായിത്തോന്നുന്നത് ഏതാണ്ടൊക്കെ വിളിച്ചു പോകുന്നുണ്ടേ. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്കറിയാലോ. ജാഥയുടെ 2-ാം ദിവസം അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്തായത്, ചെത്തുകാരൻ്റെ മകനെന്നും പറഞ്ഞാണ് പിന്നെയും പ്രസംഗിച്ചത്. അപ്പോൾ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി ചെത്തുകാരൻ്റെ മകനെന്ന് വിളിച്ച് ആക്ഷേപിക്കാൻ തയ്യാറായാണ് ഉണ്ടായത്. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? എനിക്കെൻ്റെ പിതാവിൻ്റെ ജോലിയിൽ അഭിമാനമാണെന്നാണ്. എനിക്കെൻ്റെ പിതാവിൻ്റെ ജോലിയിൽ അഭിമാനമാണെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. കാരണം എന്തുകൊണ്ട്? അദ്ദേഹം ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു പൊതുപ്രവർത്തകനുമായതുകൊണ്ട്. പക്ഷേ KPCCയുടെ പ്രസിഡന്റോ മാടമ്പി സംസ്കാരം അല്ലേ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ജോലി ചെയ്യുന്ന ജനവിഭാഗത്തോട് അദ്ദേഹത്തിന് പുച്ഛമാണ്. ചെത്ത് തൊഴിലാളിയും കയർ തൊഴിലാളിയും കർഷക തൊഴിലാളിയും മത്സ്യത്തൊഴിലാളിയും എല്ലാം അദ്ദേഹത്തിന് പുച്ഛമായതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്ര മോശപ്പെട്ട സംസ്കാരമാണുള്ളത്. ഇന്നും അദ്ദേഹം വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പിണറായി വിജയൻ എന്നുള്ള പേര് പറഞ്ഞുകൊണ്ടല്ല, ഈ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാനാണ് തയ്യാറാകുന്നത്. അപ്പോൾ കോൺഗ്രസിനകത്തുള്ളവരെ കൈകാര്യം ചെയ്യുന്ന രീതി നമ്മളിപ്പോൾ കണ്ടു. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് എന്തിനേറെ VM സുധീരൻ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞെന്താണ്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞ ആഴ്ച ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞെന്താണ്, ഓരോ കോൺഗ്രസിൻ്റെയും അറിയപ്പെടുന്ന നേതാക്കന്മാർ എന്താ പറഞ്ഞത്? ഞാൻ ഓർക്കുകയാണ്, മരിച്ചുപോയ KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ P. രാമകൃഷ്ണൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ചരിത്രം എന്താണെന്നും ആ രാമകൃഷ്ണനെ കയ്യും കാലും തല്ലി ഓടിക്കുമെന്നടക്കം പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, എന്തും ചെയ്യുവാൻ മടിയില്ലാത്ത, എത്ര വൃത്തികെട്ട വാക്കും സംസാരിക്കാൻ മടിയില്ലാത്ത ഒരു വ്യക്തി ഈ കേരളത്തിലെ കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളത് മഹത്തായ കോൺഗ്രസിൻ്റെ കഴിഞ്ഞകാല പാരമ്പര്യമുണ്ടല്ലോ, അത് മുഴുവൻ കളഞ്ഞു കുളിക്കുന്നു എന്ന് മാത്രമല്ല ഈ കേരളത്തിന് തന്നെ അപമാനകരമാണ് എന്നുള്ളതാണ് എനിക്കതിൽ പറയാനുള്ളത്. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ PP ചിത്രരഞ്ജൻ, അഡ്വക്കേറ്റ് N. ലാൽകുമാർ. ഇപ്പോൾ പ്രൊഫസർ AG ജോർജ് ഇതിനെ കണ്ടത്, പല കോൺഗ്രസ്സുകാരും പുറത്ത് ഇതിനെ വിശദീകരിക്കുന്നത് എങ്ങനെയെന്ന ബുദ്ധിമുട്ടിലാണ്. എന്നാലും അവർക്കൊക്കെ പറയാനുള്ളതിൻ്റെ ഒരു പരിച്ഛേദമാണ് നമ്മളിപ്പോൾ കേട്ടത്. അതിൻ്റെ ഒരു ബൈറ്റ് അടിസ്ഥാനമെന്ന് പറയുന്നത് ഈ സതീശനും സുധാകരനും ഒക്കെ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞ ഇവരുടെ വിശദീകരണങ്ങളാണ്. ചേട്ടാനുജന്മാരെ പോലെയാണ് ഞങ്ങൾ, അതുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നു, അതുപോലെ സഹപ്രവർത്തകരാണ് ഞങ്ങൾ, നിങ്ങളെന്തിനാണ് ഇതിനകത്ത് ഇത്ര വേവലാതിപ്പെടുന്നത് എന്നാണ് പിന്നീട് സതീശൻ പിന്നീട് വന്ന് പറഞ്ഞത്. ഇതൊക്കെ ഇങ്ങനെ അങ്ങ് വിഴുങ്ങാൻ പറ്റുമോ? അല്ല, ഇവിടെ നോക്കൂ, VD സതീശനെ പോലെ ഒരാള് പുറത്തു വന്ന്
അദ്ദേഹത്തെ മോശമായ പദപ്രയോഗം കൊണ്ട് വിശേഷിപ്പിച്ച ഈ സുധാകരന്റെ വിഷയത്തെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ആ രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല മാർഗം. അതൊരു വലിയ വിഷയമാക്കി എടുക്കേണ്ട ഒരു കാര്യമല്ല എന്ന് പറയുക. അത് തന്നെയാണ് ഇപ്പം ജോർജ് സാറും ചെയ്തത്, അത് തന്നെയാണ് വി ഡി സതീശനും ചെയ്തത്. നമ്മള് ഇതിനകത്തൊരു ചർച്ചയ്ക്കുള്ളൊരു സാധ്യത ഈ വിഷയത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ വിഷയത്തിൽ ഇദ്ദേഹം ഇപ്പം ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല വിഷയം. പൊതുമണ്ഡലത്തിലുള്ള പ്രയോഗങ്ങളാണ് ഇവിടുത്തെ പ്രശ്നം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇങ്ങനെ KPCC പ്രസിഡന്റ് ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു പ്രാവശ്യം അല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഇതിപ്പം മോശമായ ഒരു ഭാഷ, എന്നാൽ മോശമായ ശൈലികളും മോശമായ രീതികളും അദ്ദേഹം നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്. അതൊരിക്കലും അവസാനിക്കാതെ ഇങ്ങനെ അദ്ദേഹത്തിൽ നിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ അതിനകത്ത് രാഷ്ട്രീയം ഒരു കോൺഗ്രസ് എന്ന പക്ഷത്തിനെ എതിർപക്ഷത്താക്കി നിർത്തിക്കൊണ്ട് മാത്രം ഞാൻ എന്നെ പറയുന്നില്ല. നോക്കൂ, മുഖ്യമന്ത്രിയും വി ഡി സതീശനും തമ്മിൽ ഒരുപാട് വാക്ക് തർക്കം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ VM സുധീരനും മറ്റുള്ള ആൾക്കാരുമായിട്ട് വാക്ക് തർക്കം ഉണ്ടാകുന്നു. എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഈ പറയുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള വാക്ക് തർക്കങ്ങൾ കാണുന്നതാണ്. ഈ പറയുന്ന കോൺഗ്രസിനുള്ളിലുള്ള തർക്കങ്ങൾ നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയും കരുണാകരനും, ആന്റണി കരുണാകരൻ, നമ്മൾ എത്രയോ നാളുകളായി ഇത് കാണും. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഇവരൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഈ രീതിയിലല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഭാഷാ ശൈലി ഈ രൂപത്തിലല്ല ഒരിക്കലും പുറത്തു വന്നിട്ടുള്ളത്. അപ്പൊ സുധാകരനെ സംബന്ധിച്ചിടത്തോളം, സുധാകരനെ സംബന്ധിച്ചിടത്തോളം, സുധാകരൻ കുറെ നാളുകളായി ഒരു അഗ്രസീവ് ലീഡറാണ് അദ്ദേഹം എന്ന് കാണിക്കാൻ ഒരു വലിയ ശ്രമം നടത്തുന്നുണ്ട്. അത് നമ്മൾ അഗ്രസീവ് ആകാൻ ഒരു വലിയ ശ്രമം നടത്തുമ്പോൾ ഒരു പ്രശ്നം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അഗ്രസീവ് ആകാം. ആസ് എ പൊളിറ്റിക്കൽ ലീഡർ യു ഹാവ് ടു ബി അഗ്രസീവ് അറ്റ് സർട്ടൻ ടൈംസ്. അതിനകത്ത് എനിക്കൊരു സംശയമില്ല കാര്യത്തിൽ. അദ്ദേഹം ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യപ്പെടണം, സ്ട്രിക്റ്റ് ആയിട്ട് ഇടപെടേണ്ടടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് ഇടപെടണം. അതാണ് ഈ അഗ്രസീവ്നെസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ആർട്ടിക്കുലേറ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് ആവശ്യം തന്നെയാണ് ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് അദ്ദേഹം നിലമറന്ന് അദ്ദേഹം സംസാരിക്കുന്നതും ഇത് തമ്മിലൊന്നും ഒരു ബന്ധവുമില്ല. പല കാര്യങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പൊ അങ്ങനെ എന്തൊക്കെയോ വിളിച്ചു കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിലെ മുഖ്യ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. കോൺഗ്രസ് പാർട്ടി എത്രയോ വർഷം ഈ നാട് ഭരിച്ചിരിക്കുന്നു. അതിന്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനിക്കപ്പെടുന്ന ഒരാളാണ്, സമൂഹം ബഹുമാനിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ സമൂഹം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഇന്നത്തെ പ്രയോഗം മാത്രമല്ല മറ്റ് സമയങ്ങളിലൊക്കെയുള്ള, ഇപ്പൊ പറഞ്ഞ ചിത്തരഞ്ജൻ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ജാതി പരാമർശം നടത്തുക. നമ്മളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഒരുപാട് മുന്നിൽ പോയിട്ടുള്ളതിന്റെ മെയിൻ കാരണങ്ങളിലൊന്ന് ഇങ്ങനെയുള്ള ഈ സോഷ്യൽ ഐഡിയ അല്ലെങ്കിൽ ഈ സോഷ്യൽ കോൺഷ്യസ്നെസ്സിൽ നിന്നൊക്കെ നമ്മൾ പുറത്ത് പൊക്കൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ പോകാനുള്ള വലിയ ശ്രമം നമ്മൾ നടത്തുന്നു. അതിനെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിന് വലിയൊരു ശ്രമം നടത്തുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പൊ BJP ആണ് ഒരല്പം മാറ്റി നിർത്താൻ പറ്റുന്നത്. അവർക്ക് SC/ST കൂട്ടത്തിൽ ആഹാരം കഴിക്കുന്നത് പോലും അവർക്കൊരു വാർത്തയാണ്. അങ്ങനെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അല്ല എങ്കിൽ കോൺഗ്രസ് അങ്ങനെ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അവിടെ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സുധാകരനെ പോലൊരാൾ വരുന്നു, സുധാകരൻ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മൾ പറഞ്ഞല്ലേ, മേക്കിംഗ് എ മൗണ്ടൻ ഔട്ട് ഓഫ് എ മോൾ ഹിൽ എന്ന് പറയുന്നത് അങ്ങനെയല്ല. അതിന് ഒരു ചെറിയൊരു കാര്യമായി നമുക്ക് അതിനെ വേണമെങ്കിൽ അവതരിപ്പിച്ച് ആക്കാം. കാര്യം അദ്ദേഹം ഇപ്പം പറഞ്ഞല്ലോ, വി ഡി സതീശനാണെങ്കിലും ജോർജ് സാർ ആണെങ്കിലും കോൺഗ്രസിനോട് അനുഭവമുള്ള ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ച എങ്ങനെയെങ്കിലും എൻഡ് ചെയ്യുക, അല്ലെങ്കിൽ 9 മണിയായി ഇതങ്ങ് അവസാനിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ മനസ്സിലിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം. അത് സംഭവിക്കാം. കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഒരു ബാക്ക് ഫൂട്ടിൽ നമ്മളൊരു വിഷയത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയും ഇതൊന്ന് നിർത്തി കിട്ടുക എന്നുള്ള ലക്ഷ്യം കണ്ടേക്കാം. പക്ഷെ അങ്ങനെ ചുരുക്കി കാണേണ്ട ഒരു വിഷയമല്ല. അത് പൊതുസമൂഹം ഇതിനെ വളരെ ഗൗരവത്തോടുകൂടി എടുക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ അതിലും വലിയ ഗൗരവത്തിൽ എടുക്കേണ്ടത് പൊതുസമൂഹത്തിലേക്ക് വരുന്ന ഈ വാക്കുകൾ KPCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നായതുകൊണ്ട് അത് AICC വളരെ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്, മറ്റാൾക്കാരും പാലിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്ന സതീശൻ വെളിയിൽ വന്ന് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞെങ്കിലും എന്നെ ഇങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്, ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് തെറ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരാൾ പറയുകയാണ് ഏറ്റവും മോശമായ ഒരു പദപ്രയോഗത്തിന് ശേഷം അങ്ങനെ അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട്, അദ്ദേഹം പറഞ്ഞതിനകത്ത് എന്താണ് തെറ്റ്
അദ്ദേഹം പറഞ്ഞതിനെ നിങ്ങൾ വലിയ കാര്യമാക്കരുത് എന്ന് പറഞ്ഞത്. നമുക്ക് ആ ഭാഷ, ആ പദം ഇവിടെ നമുക്ക് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് ഉപയോഗിച്ചതിൽ തെറ്റില്ല എന്നുള്ള രീതിയിലേക്ക് സതീശന്റെ വാക്കുകൾ വരുന്നുണ്ട്. ആ സതീശന്റെ വാക്കുകൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കൂടാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല. അദ്ദേഹം ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർ ചേർന്ന് സുധാകരനെ തിരുത്തേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ആദരണീയനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ലോ മേക്കറാണ്, പാർലമെന്റിലെ ലോ മേക്കറാണ്, പാർലമെന്റ് മെമ്പറാണ്, ചുമ്മാ ഇരിക്കുന്ന ഒരാളല്ല. അങ്ങനെ നിൽക്കുന്ന ഒരാള് വളരെ സൂക്ഷിച്ച് പെരുമാറേണ്ടതായിട്ടുണ്ട്. അതിന്റെ കോൺഗ്രസിന്റെ സാമൂഹിക ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് ഒരു കാരണവശാലും പുറത്തു പോകാൻ കഴിയില്ലെന്ന് തന്നെയാണ്. ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ ലാൽകുമാർ. പ്രൊഫസർ എ ജി ജോർജ്, അങ്ങ് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആൾ ആയതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇന്ന് 9 മണിക്ക് മുമ്പ് ഈ ഒരു കാര്യം അങ്ങ് തീർന്നു കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഇതിനകത്തുള്ള രാഷ്ട്രീയമായ ചില ഇംപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ. ഇത് പറയുന്നത് KPCCയുടെ അധ്യക്ഷനാണ്. KPCCയുടെ അധ്യക്ഷൻ മാത്രമാണോ ഇങ്ങനെ പറയുന്നതെന്ന് സംശയമുണ്ട്. ഒന്ന് നോക്കൂ, നമുക്ക് അങ്ങ് പറഞ്ഞല്ലോ നമ്മളൊക്കെ അധ്യാപകരും കൂടിയൊക്കെയാണെന്ന്. അത് കേട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ ബന്ധങ്ങൾ പലതുള്ള ആളുകൾക്ക് എല്ലാവർക്കും തോന്നുന്ന ചില സംശയങ്ങളാണ് ഞാൻ പറയുന്നത്. എന്താ നമ്മളിന്ന് കേട്ടത്? സുധാകരൻ ഇങ്ങനെ പറയുന്നു, ഒരു വാക്കിങ്ങനെ പറഞ്ഞു വരുമ്പോൾ തന്നെ അടുത്തിരിക്കുന്ന ഷാനിമോൾ ഉസ്മാനും ബാബു പ്രസാദും ഒക്കെ അയ്യോ ഇതിങ്ങനെ പറയല്ലേ, മൈക്ക് ഓണാണ്, ക്യാമറയും ഓണാക്കി വെച്ചിരിക്കുകയാണ്, ഇതിപ്പോൾ വലിയ പ്രശ്നമാകുമല്ലോ എന്ന് പറഞ്ഞ് ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഉൾപ്പെടെ, ഒരു വനിത ഉൾപ്പെടെ അവിടെ സ്റ്റേജിൽ നിൽക്കുകയാണ്. ഒന്നിലധികം വനിതകൾ അവിടെ ഉണ്ട്. അവരുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ ഒരു KPCC അധ്യക്ഷൻ പറയുന്നത് ഒരു സാധാരണ കാര്യമാണ്. അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നാൽ മാത്രമേ അപകടമുള്ളൂ എന്ന് കരുതുന്ന ആളുകളാണ് KPCCയുടെ ചുറ്റും ഉള്ളത് എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമാണോ സാർ? അതുപോലെ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ സഹപ്രവർത്തകർ തമ്മിൽ പറയുന്നതാണ്, ഇത് ചേട്ടാനുജന്മാർ പറയുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന നേതാക്കൾ, VD സതീശനും ഇത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണോ കോൺഗ്രസിൻ്റെ തലപ്പത്ത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എന്നത് വളരെ ഗൗരവമായ ഒരു കാര്യമല്ലേ? ഇങ്ങനെയാണോ ഒരു പൊതു ബന്ധമുള്ള പൊതുപ്രവർത്തകരായ ആളുകളൊക്കെ ചെയ്യേണ്ടത്, പറയേണ്ടത് സാർ? ലാലെ, അങ്ങേക്ക് സാധിക്കുമെങ്കിൽ ഈ ചർച്ച 10 മണി വരെ കൊണ്ടുപോയാലും എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ സന്തോഷമേ ഉള്ളൂ എന്ന് ആദ്യം തന്നെ പറയട്ടെ. സാധാരണ ഒരു വിഷയമാണെങ്കിൽ അങ്ങനെ ചെയ്തേനെ ഞാൻ, പക്ഷേ ഈ വിഷയം അത്ര വൃത്തികെട്ടതായതുകൊണ്ട് 9 മണിക്ക് തന്നെ ഞാൻ അവസാനിപ്പിക്കും. എൻ്റെ സ്നേഹിതൻ അഡ്വക്കേറ്റ് ലാൽകുമാറും ലാലും ഒക്കെ പറഞ്ഞു ഇതെങ്ങനെയെങ്കിലും 9 മണിയൊക്കെ ആക്കി തീർക്കണം. അങ്ങനെയല്ല, 10 മണി വരെ വേണമെങ്കിൽ 11 മണി വരെയും ഇരിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങ് അനുവദിക്കുമെങ്കിൽ. അല്ല, അതാണ് എന്റെ ചോദ്യം. ഇത് എത്ര നേരം സംസാരിച്ചാലും മതിയാകാത്ത ആളുകളാണോ KPCCയിൽ ഉള്ളത്? അതാണ് എനിക്ക് അറിയേണ്ടത്. കാരണം അഡ്വക്കേറ്റ് ലാൽകുമാർ പറഞ്ഞതുപോലെ ഇതൊരു പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ വന്നിരിക്കുന്ന ഒരു വിഷയമാണ്. ഇതങ്ങനെ ഏതെങ്കിലും തരത്തിലില്ല, സൂര്യനെ മുറം കൊണ്ട് മറയ്ക്കാൻ പോകുന്നത് പോലെ അങ്ങനെ മറയ്ക്കാവുന്നതല്ല എന്ന് അറിയാവുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു മുട്ടുശാന്തി പറഞ്ഞിട്ട് ഈ ചർച്ചയിൽ നിന്ന് പോകാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ 2 പേർക്കും ബഹുമാന്യനായിട്ടുള്ള MLA ശ്രീ പി ചിത്തരഞ്ജൻ അദ്ദേഹം പറഞ്ഞത് തുടക്കത്തിൽ പറഞ്ഞു ഇതിൻ്റെ ഘടനയെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. അദ്ദേഹം പറയുന്നത് ഈ സാധാരണ ജാഥകളിലൊക്കെ ഒരു ക്യാപ്റ്റനോ അല്ലെങ്കിൽ ഒരു വൈസ് ക്യാപ്റ്റനോ എന്നുള്ള തസ്തികയിലാണ് ആളുകൾ പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞു. അത് പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ പൂർണ്ണമായി മാനിക്കുന്നു. പക്ഷേ ഒരു കാര്യം അദ്ദേഹം ഓർക്കണം, ഈ മറ്റ് ഒരു ജാഥ ചെയ്യുന്നത് പോലെ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ജാഥ അതേപടി തന്നെ ആയിരിക്കണം എല്ലാവരും ചെയ്യേണ്ടത് എന്ന് നിഷ്കർഷിക്കുന്നത് അത്ര അങ്ങനെയല്ല പറഞ്ഞത് ശ്രീ പ്രൊഫസർ എ ജി ജോർജ്. അതായത് ഈ പറയുന്ന 2 ലീഡർമാർ തന്നെ വേണ്ടി വരുന്നത് അത് ഇത്തരം തർക്കങ്ങൾ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ പരസ്പരം തെറി വിളിക്കുന്ന അവസ്ഥയാണ്, മാനസികാവസ്ഥ അതാണ്. അതുകൊണ്ട് ഒരു ക്യാപ്റ്റനോ ഒരാൾ മറ്റൊരാൾ മാനേജറോ അല്ലെങ്കിൽ വൈസ് ക്യാപ്റ്റനോ ആകാൻ അവിടെ തയ്യാറല്ല, അവർ അനുവദിച്ചു കൊടുക്കുന്നില്ല, അങ്ങനെ ഈൽഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് 2 ലീഡർമാർ. ഇതൊരു വലിയ അത്ഭുത കാഴ്ചയായി മാറുന്നത് അതുകൊണ്ടാണെന്നാണ് പി ചിത്തരഞ്ജൻ പറഞ്ഞത്. അല്ല, ഡോക്ടർ ലാൽ അത് വ്യാഖ്യാനിച്ച് നല്ല ഭംഗിയായി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതിൻ്റെ ന്യായീകരണത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ ലാലിൻ്റെയും ബഹുമാന്യനായ MLAയുടെയും ഉത്തരവാദിത്വം അതായതുകൊണ്ട് അത് ശ്രമിക്കട്ടെ. പക്ഷേ സാധാരണ രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്നത് പോലെ ഒരു ക്യാപ്റ്റൻ ഒരു വൈസ് ക്യാപ്റ്റൻ ആയിരിക്കണം ഈ ജാഥയ്ക്ക് അല്ലെങ്കിൽ പൊതുവെ ജാഥകൾക്ക് എന്ന് പറയുന്ന ആ ഒരു രീതിയോട് അങ്ങനെ ഒന്നും എല്ലാ രാഷ്ട്രീയ കക്ഷികളും
ആ ഒരു രീതി തന്നെ, ആ ശൈലി തന്നെ സ്വീകരിക്കണം എന്ന് കരുതുന്നു. പക്ഷെ അങ്ങനെ ആയിരുന്നു എങ്കിൽ ഇന്നത്തെ ഈ അപകടം ഉണ്ടാകില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒറ്റ ലീഡറെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ അദ്ദേഹത്തിന് പ്രസ് മീറ്റ് നടത്താമായിരുന്നു. ഈ 20 മിനിറ്റ് കാത്തു നിൽക്കണ്ടായിരുന്നു. അങ്ങനെ കാത്തു നിന്നപ്പോ ഇങ്ങനെ തെറി വിളിക്കേണ്ടി വരില്ലായിരുന്നു. ലാലെ, ഞാൻ 3 പേർക്ക് മറുപടി പറയേണ്ട ആളാണ്. എന്നെ വാക്യങ്ങൾ പറഞ്ഞ് പൂർത്തീകരിക്കാൻ അനുവദിക്കണം. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഫൈറ്റ് എന്നുള്ള വാക്ക് രസകരമായി പറഞ്ഞു. അല്ല, ഈ വിഷയത്തിൽ കേരളത്തിൽ അങ്ങ് മാത്രമേ ഉള്ളൂ ഫൈറ്റ് ചെയ്യാൻ കോൺഗ്രസിന്. ഞാൻ 2 പേർക്ക് മറുപടി പറയട്ടെ. ഞാൻ ലാലിന് ഇടയ്ക്ക് അത്യാവശ്യത്തിന് മറുപടി പറയാം. ഞാൻ ബഹുമാന്യനായ MLA പറഞ്ഞ ഒന്നാമത്തെ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സ്വാഭാവികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരളത്തെ ഇപ്പോഴത്തെ സംഘടന അനുസരിച്ച് അല്ലെങ്കിൽ രീതി അനുസരിച്ച് പ്രതിപക്ഷ നേതാവും KPCCയുടെ പ്രസിഡന്റും തമ്മിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ജാഥ നടത്തണം എന്നുള്ളത് പാർട്ടിയുടെ തീരുമാനമാണ്. ആ തീരുമാനത്തിന് കേന്ദ്ര ഹൈക്കമാൻഡിൻ്റെ അംഗീകാരമുണ്ട്. ആ അംഗീകാരം കൂടെ വാങ്ങിച്ചുകൊണ്ടാണ് അവർ രണ്ടുപേരും ആവർത്തിച്ച് പറയുന്നത് പോലെ മനപ്പൊരുത്തത്തോടു കൂടി തന്നെ, സഹോദരർ എന്ന ഭാവത്തോടു കൂടി തന്നെ, അവരുടെ സ്വന്തം 2 ആളുകളുടെ വ്യക്തിത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയല്ല. ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഇതുപോലെ ഒരു ജാഥ വേണ്ടത് എന്ന് നന്നായി ബോധ്യപ്പെടുകയും. ഇതുപോലൊരു ജാഥയാണോ വേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഈ ജാഥ ഈ സമയം മുഴുവൻ അങ്ങനെ കളഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോ രണ്ടാം റൗണ്ടിൽ വന്നപ്പോൾ അങ്ങ് 5 മിനിറ്റ് ആയി ഞാനും അങ്ങും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അതിനകത്ത് അങ്ങ് ഇതുവരെ ആ കാര്യത്തിലേക്ക് വന്നിട്ടില്ല. ഈ ജാഥയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ചുള്ള തർക്കം മാത്രമാണ്, ഘടനയെ കുറിച്ചുള്ള തർക്കത്തിൽ മാത്രം നിൽക്കുകയാണ്. അതല്ല പ്രശ്നം. ആ ഘടനയിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ആ ഘടനയുടെ നായകനായി നിൽക്കുന്ന K. സുധാകരന്റെ ഭാഷയ്ക്ക് പ്രശ്നമുണ്ട്. അത് AICC പറഞ്ഞിട്ടുണ്ട്. ഇനി VD സതീശിൻ്റെ ഭാഷയ്ക്ക് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തെളിവില്ല, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ തെളിവില്ല അദ്ദേഹത്തിൻ്റെ ഭാഷയ്ക്ക് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ വിശദീകരണത്തിലുണ്ട് കാര്യങ്ങൾ. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾ സഹപ്രവർത്തകർ തമ്മിൽ ഇങ്ങനെയാണ്, ഞങ്ങൾ ജ്യേഷ്ഠാനുജന്മാരെ പോലെയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് എന്നാണ്. അത് ശരിയോ എന്നാണ് എൻ്റെ ചോദ്യം, സാർ. അതെ, ഡോക്ടർ ലാലാണ് എന്നേക്കാൾ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നു, വിഷയത്തിലേക്ക് വരുന്നില്ല. എൻ്റെ ചെറിയ ചോദ്യങ്ങൾക്ക് അങ്ങേക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് എനിക്ക് കൂടുതൽ വിശദീകരിക്കേണ്ടി വരുന്നത്. എന്നെ സൈഡ് ലൈൻ ചെയ്താൽ എനിക്ക് പലതിനും ഉത്തരം പറയാതെ ഞാൻ പോകേണ്ടി വരും. അപ്പോൾ നിങ്ങൾ പിന്നെ പറയാൻ പോകുന്നത് അദ്ദേഹത്തിന് ഉത്തരവൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം പോയി എന്ന് പറയുന്ന കൊണ്ടുവരാൻ. അല്ല, അതിന് ഞാൻ വഴങ്ങിത്തരാൻ എന്തായാലും തയ്യാറല്ല. ഈ മാപ്പ് മതിയോ? ഇത്തരത്തിലുള്ള ഒരു ശിക്ഷ മതിയോ? ഞാനൊന്ന് പറയട്ടെ. ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഒരു തരത്തിലും അഡ്വക്കേറ്റ് ലാൽകുമാർ പറഞ്ഞതുപോലെ തന്നെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആരും ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്ക് തന്നെയാണ് എന്ന കാര്യം. പക്ഷേ നിങ്ങൾ ആ വാക്കിനെ മാത്രം അടർത്തിക്കൊണ്ട് അതെന്തോ ഒരു വലിയ മഹാപാതകമാണ് നിങ്ങൾക്ക് പാതകമായിരിക്കാം. അദ്ദേഹം ഒരു മൈക്കിൽ കൂടെ പൊതുജനങ്ങളോട് സംസാരിച്ചപ്പോൾ ഉപയോഗിച്ച വാക്കല്ല. അദ്ദേഹം ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ ഇരുന്ന് പങ്കെടുക്കുന്ന ആളുകളോട് സംസാരിച്ച വാക്കല്ല. അദ്ദേഹത്തെ പോലെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പരമമായ പദം അലങ്കരിക്കുന്ന ഒരു വ്യക്തി സ്വകാര്യ ജീവിതത്തിൽ പോലും ഇത്തരം ഒരു വാക്ക് ഉപയോഗിക്കുമെന്ന് ഞങ്ങളാരും ചിന്തിക്കുന്നില്ല. ലാലിൻ്റെ കൂടെ ലാലിന് നന്നായിട്ട് അറിയാവുന്ന, അങ്ങൊക്കെ ആരാധിക്കുന്ന വലിയ നിയമസഭാ സാമാജികന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ ഞാൻ വേണമെങ്കിൽ അക്കമിട്ട ആളുകളുടെ പേര് സഹിതം പറയാം. അങ്ങേക്ക് അന്നേരം പൊള്ളരുത്. ഈ പറയുന്നത് പോലെ കുലംകുത്തി, പിതൃശൂന്യൻ, പരനാറി തുടങ്ങിയ വാക്കുകളൊക്കെ ഉപയോഗിച്ചവൻ, മറ്റേ പണി എന്നൊക്കെ ഉപയോഗിച്ചവരാരാണെന്നുള്ളത് അതേ അർത്ഥത്തിലാണോ KPCC അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവിനെ അങ്ങ് പറഞ്ഞല്ലോ സംസ്കാരത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ സംസ്കാരം ഒരു വൺ വേ ട്രാഫിക് അല്ല. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാവരും സംസ്കാരത്തോടുകൂടെ പെരുമാറേണ്ടതാണ്. ആ കാര്യത്തിൽ യാതൊരു പറയുന്നതിന് മടിയില്ല. അങ്ങനെ ഒരു വാക്ക് മലയാളത്തിൽ ഉള്ളതാണ്, സംസ്കാരമുള്ള വാക്ക് തന്നെയാണത്. അത് ഓരോ സന്ദർഭത്തിൽ മാറി മാറി വരും. അതുപോലെ തന്നെയാണ് അങ്ങ് ഉപയോഗിച്ച മറ്റു വാക്കുകളുമൊക്കെ എനിക്ക് ഈ ചർച്ചയിൽ പറയുന്നതിന് മടിയുള്ള വാക്കുകളല്ല. പക്ഷേ ഇന്ന്
KPCCയുടെ അധ്യക്ഷൻ പറഞ്ഞ വാക്ക് എനിക്ക് ഈ ചർച്ചയിൽ നല്ല ഒരിടത്തും എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, അങ്ങേക്ക് ബോധപൂർവമായിട്ട് ഈ വാക്കിന് അമിതമായി പ്രാധാന്യം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇല്ല, പക്ഷേ എന്തുകൊണ്ട് KPCCയുടെ അധ്യക്ഷൻ പറഞ്ഞ ഇന്നത്തെ വാക്ക് അങ്ങ് പറയുന്നില്ല? അധ്യക്ഷൻ പറഞ്ഞ വാക്ക് തെറ്റാണെന്ന് ഞാൻ തുടക്കം അത്രേ ഉള്ളൂ സാർ. അത് സമ്മതിച്ചാൽ കാര്യം സമ്മതിച്ചു. ശരി, എനിക്ക് എന്റെ ചോദ്യം ഇതാണ്. ഒറ്റ ചോദ്യം കേൾക്കൂ. അതായത് ഈ പറയുന്ന വാക്ക് ഉപയോഗിച്ച KPCCയുടെ അധ്യക്ഷന്റെ മുമ്പിലേക്കാണ് നാളെ മുസ്ലിം ലീഗിന്റെ നേതാക്കളൊക്കെ പോയി ഞങ്ങളുടെ പരാതി പരിഹരിച്ചു തരണമെന്ന് പറയാൻ പോകുന്നത്. ഇത് ഇന്നൊരു ട്രോള് കണ്ടത് എന്താണെന്നറിയോ? മുസ്ലിം ലീഗ് നേതാക്കളൊക്കെ KPCC അധ്യക്ഷനായ സുധാകരൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. ഈ പരാതി പറയാൻ മൂന്നാം സീറ്റ് കൂടി തരണമെന്ന് പറയാൻ വേണ്ടി വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രയോഗം കേൾക്കുന്നത്. അവർ തിരിഞ്ഞോടുകയാണ് മൂന്നാം സീറ്റിന് വേണ്ടി വന്നവർ. ആ ശൈലി, ആ ട്രോള് അങ്ങേക്ക് എന്തെങ്കിലും സന്ദേശം നൽകുന്നുണ്ടോ സാർ? ഡോക്ടർ ലാൽ, അതിനെക്കുറിച്ച് ഒരു ആശങ്കയും പെടേണ്ട കാര്യമില്ല. 24 മണിക്കൂറിനകം ആ പ്രശ്നം ഐക്യജനാധിപത്യ മുന്നണി ചർച്ചകളിലൂടെ പരിഹരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. ശരി. അതുകൊണ്ട് അങ്ങ് അതിനെക്കുറിച്ചൊന്നും വ്യാകുലപ്പെടേണ്ട. ശരി. ഈ ട്രോളുകൾക്കൊന്നും നമുക്ക് യാതൊരു ക്ഷാമമുള്ള ഒരു കാലത്തല്ലല്ലോ ജീവിക്കുന്നത്. ഒറ്റ മിനിറ്റ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അടുത്ത റൗണ്ടിൽ അങ്ങേക്ക് അത് പൂർത്തിയാക്കാം. ശ്രീ PP ചിത്തരഞ്ജൻ, മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് പ്രശ്നം വലിയ കടുകട്ടിയായി UDFന്റെ മുമ്പിൽ, കോൺഗ്രസിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഇന്നത്തെ ഈ പ്രശ്നം ഉണ്ടായത്. അതൊക്കെ പരിഹരിക്കേണ്ട നേതാക്കളുടെ പെരുമാറ്റവും പരസ്പര ബഹുമാനവുമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് രാഷ്ട്രീയമായി ഏതെങ്കിലും തരത്തിൽ ഇത്തരം പ്രശ്നങ്ങളെയും ബാധിക്കും, മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികളെയും ഇത് ചിന്തിപ്പിക്കുമെന്നൊക്കെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഈ പ്രശ്നത്തെ പോലും അത് ബാധിച്ചേക്കാമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരിച്ച് വന്ന കൂട്ടത്തിൽ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു, ഇതുപോലൊരു ജാഥ. അപ്പോൾ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. ഇതുപോലൊരു ജാഥ, കാരണം കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ എത്രയോ ജാഥ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പറയാവോ, അവർ പ്രതിപക്ഷത്തിരുന്ന കാലത്ത് KPCC അധ്യക്ഷന്മാർ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾ നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് അത്യപൂർവമായി ഉണ്ടാകുന്നതാണ്. എന്തുകൊണ്ടാണ് ഉണ്ടായതിനെക്കുറിച്ചാണ്, അല്ലാതെ എനിക്ക് വരുന്നതിനെക്കുറിച്ചല്ല. അത്രയധികം മാനസികമായ അകൽച്ചയിലാണ് ഇവരെല്ലാം. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ്. ഇവർ രണ്ടുപേരും കൂടെ മാത്രമാണോ? ഈ അടുത്ത ദിവസക്കാലം ശ്രീ VM സുധീരൻ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, നേരത്തെ കോൺഗ്രസ് 2 ഗ്രൂപ്പായിരുന്നു, ഇപ്പോൾ കോൺഗ്രസ്സിൽ 5 ഗ്രൂപ്പുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എണ്ണിയെടുക്കാമല്ലോ, നമുക്ക് ശരിയല്ലേ? എത്ര ഗ്രൂപ്പാ, എന്താണ് അവസ്ഥ? അപ്പോൾ ഇതുപോലെ ഒരു ജാഥയെന്ന് അദ്ദേഹം പറഞ്ഞതിനകത്തൊരു അർത്ഥവുമില്ല. ഇതൊരു സവിശേഷമായ ജാഥ. പിന്നെ ജാഥയിലുള്ളവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യം ആ വാക്കൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. അത് ഈ പറഞ്ഞിട്ടുള്ള ഭാഷയുടെ സ്വന്തം സഹപ്രവർത്തകനെ ഒരു വനിത ഒന്നല്ല അതിൽ കൂടുതൽ വനിതകളുള്ള സ്ഥലത്ത് വെച്ച് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്ന രീതിയെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്നാം സീറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ KPCCയുടെ പ്രസിഡന്റ് പറയുന്ന പല അഭിപ്രായങ്ങളിലും അവർക്ക് കടുത്ത അമർഷമുണ്ട്. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞല്ലോ, അത് പറയാൻ വിചാരിച്ചാണെന്ന് പിന്നീട് ലീഗുകാർ പറഞ്ഞല്ലോ. എന്താ അദ്ദേഹം പറഞ്ഞത്? ഞാൻ RSSൻ്റെ ശാഖയ്ക്ക് കാവലിരുന്നിട്ടുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതല്ലേ. അതിനുശേഷം അദ്ദേഹം ഒരിക്കൽ പറഞ്ഞറിയാമല്ലോ, KPCC പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് DCC പ്രസിഡന്റ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനോട് ഇങ്ങനെ താങ്കളുടെ പേര് BJPയിലേക്ക് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്താ, എനിക്ക് തോന്നിയാൽ ഞാൻ BJP പോകും. അതിനകത്ത് ആരാ ചോദിക്കാനുള്ളത്? BJP പോകാൻ എനിക്ക് തോന്നിയാൽ ഞാൻ പോകും എന്ന് കോൺഗ്രസ്സിലൊരാളും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ കെട്ടുകഥയാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇത് പോകേണ്ടി വന്നാൽ ഞാൻ പോകും എന്ന് പറയാൻ, അതാണ് ഞാൻ ഏറ്റവും അവസാനം ഒരു കാര്യം പറഞ്ഞത്.
ഈ നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല മുഴുവൻ കാവ്യവൽക്കരിക്കുവാൻ ശ്രമിക്കുന്ന ഈ സംഘപരിവാർ അവരുടെ ഏജന്റിനെ പോലെ ഇവിടെ വെച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗവർണർ സെനറ്റുകളിലേക്ക് വ്യക്തികളെ ശുപാർശ ചെയ്തപ്പോൾ വിദ്യാഭ്യാസ മേഖല ഒരു യോഗ്യതയും ഇല്ലാത്ത RSS സംഘപരിവാർ വക്താക്കളെ അതിനകത്ത് കുത്തിച്ചേടിയതിനെക്കുറിച്ച് അതിനകത്ത് കൊണ്ടുവന്ന ലിസ്റ്റിനെക്കുറിച്ച് KPCC പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? എന്താ സംഘപരിവാർക്കാർക്ക് അതിനുള്ള യോഗ്യതയില്ലേ? അവരെ എന്തുകൊണ്ട് എടുത്തുകൂടെ? ആ വാദം വന്നതിന് ശേഷം ഞാൻ കേട്ടു അടുത്ത ദിവസം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ സലാമിനോട് മീഡിയക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അത് ശരിയല്ല, അങ്ങനെ അഭിപ്രായം പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, ആ അഭിപ്രായം തെറ്റാണ് എന്ന് പറയേണ്ടി വന്നു. അപ്പോൾ തുടർച്ചയായി ഈ കൂടെയുള്ള ഘടകകക്ഷികൾ, അതിനകത്ത് ഇപ്പോൾ ലീഗ് മാത്രമാണല്ലോ ഒരു ജനപിന്തുണയുള്ള പാർട്ടിയായിട്ടുള്ളത്, ബാക്കിയുള്ളവരെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. കോൺഗ്രസിൻ്റെ ഔദാര്യത്തിൽ എന്തെങ്കിലും കിട്ടുന്നതുമായിട്ട് പിടിച്ചു നിൽക്കുക എന്നുള്ളതല്ലാതെ മറ്റാർക്കും യാതൊരു മാർഗവുമില്ല. പക്ഷേ ലീഗില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല കേരളത്തിൽ എന്നുള്ള കാര്യം ആർക്കറിയാൻ വയ്യാത്തത്? അത് വളരെ വ്യക്തമായി കേരളത്തിലെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടെ? കോൺഗ്രസ് ഇന്ന് പിടിച്ച് കേരളത്തിൽ നിൽക്കുന്നത് തന്നെ ലീഗിൻ്റെ ഒരു പിന്തുണയുള്ളത് കൊണ്ടാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ പൊറുതിമുട്ടുകയല്ലേ ഈ വിഷയത്തിൽ മാത്രമാണോ? ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ കോൺഗ്രസ് എടുക്കുന്ന നിലപാടിൽ BJPക്ക് കോൺഗ്രസ്സിന് എടുത്തുകൊടുത്ത നിലപാടിൽ ലീഗിന് ശക്തമായ അമർഷമില്ലേ, പ്രതിഷേധമില്ലേ? ഓരോ നേതാക്കന്മാരുടെ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ പ്രാൺ പ്രതിഷ്ഠയൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന സന്ദർഭത്തിൽ കമൽനാഥ് വെള്ളി ഇഷ്ടിക കൊടുത്തതും രാജീവ് ഗാന്ധിക്കാണ് ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റ് ഉള്ളതെന്നൊക്കെ പറഞ്ഞതും അതിനുശേഷം വന്നിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളും കോൺഗ്രസിൻ്റെ പലരുടെ വക്താക്കളെയും ഹിമാചൽ പ്രദേശിൽ പൊതു അവധി പ്രഖ്യാപിച്ചതും ഒക്കെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസുമായി എത്ര സഹകരിച്ചു പോകാൻ കഴിയും എന്നുള്ള വലിയ ഉത്കണ്ഠ അവരുടെ ഇടയിലുണ്ട്, അണികളിലുണ്ട്. കാരണം കോൺഗ്രസ് എടുക്കുന്ന മൃദു ഹിന്ദുത്വ നിലപാടിനോട് ഒരു മതനിരപേക്ഷമായ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ കോൺഗ്രസ് മാറുമ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉത്കണ്ഠ ഉണ്ടാകുക സ്വാഭാവികമാണ്. അതിന് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ പ്രതിദാനം ചെയ്യുന്ന പാർട്ടി എന്ന നിലയിലാണ്. അങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഇതുപോലൊരു പ്രസിഡന്റ് കൂടെയാണെങ്കിലോ ആ പ്രസിഡന്റിനെ അവർക്ക് അംഗീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ 24 മണിക്കൂറിനുള്ളിലോ 12 മണിക്കൂറിനുള്ളിലോ അവർ ചർച്ച ചെയ്ത് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കട്ടെ, ഞങ്ങൾക്കൊന്നും അതിനകത്ത് യാതൊരു പ്രശ്നമില്ല, അതൊക്കെ അവരുടെ ആഭ്യന്തര പ്രശ്നം. പക്ഷേ എത്ര നാൾ കോൺഗ്രസിനകത്ത് ആത്മാഭിമാനബോധമുള്ളവർ ഈ പച്ചത്തെറിയും കേട്ട് നിൽക്കും? അതുപോലെ ഘടകകക്ഷികളായിട്ടുള്ള എത്ര ആൾക്കാർക്ക്, എത്ര പാർട്ടികൾക്ക് ഈ പ്രസിഡന്റിനെ ചുമന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും? അതാണ് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അദ്ദേഹം തിരുത്തുമെന്ന് ആരും ധരിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയാണ്, അത് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത്, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇന്ന് വരെ അതിനകത്തേക്ക് ഞാൻ കയറിയിട്ടില്ല, ഇന്ദിരാഭവൻ്റെ പടി ഞാൻ കണ്ടിട്ടില്ല അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം. VS സുധീരൻ പറയുന്നു അവരെന്തും മോശക്കാരാണെന്ന് ഇവർ പറയുമെങ്കിൽ കുഴപ്പമില്ല. K സുധാകരനാണ് ഏറ്റവും യോഗ്യനായ കോൺഗ്രസ് നേതാവ്, മുല്ലപ്പള്ളിയും സുധീരനും ഒക്കെ ഈ സംസ്കാര ശൂന്യരാണ് എന്നാണ് പറയുന്നതെങ്കിൽ എനിക്കൊരു തർക്കമില്ല. പക്ഷേ സമൂഹം അംഗീകരിച്ചിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഈ KPCC പ്രസിഡന്റിനെ അംഗീകരിക്കുന്നുണ്ടോ? ഞങ്ങളെ വിടൂ, ഞങ്ങൾ എതിർ രാഷ്ട്രീയം പോട്ടെ, ഉണ്ടോ? സംസ്കാരമുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണോ? ഇന്നലെ അദ്ദേഹത്തിനോട് ഈ മെയ്ക്ക് പ്രവർത്തിക്കുകയാണ്, മെയ്ക്കിലൂടെ കേൾക്കുമെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അദ്ദേഹം പിന്നെയും കുറേ തെരുകൂടെ പറയുമായിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞോട്ടെ, അത് അപ്പോൾ മെയ്ക്ക് ഓൺ ചെയ്തു പോയതാണ് വലിയ തെറ്റ്. എനിക്ക് ബഹുമാനപ്പെട്ട ജോർജ് സാർ പറയുന്നത് ഇപ്പോഴെങ്കിലും ഇവർക്ക് മാധ്യമങ്ങളെക്കുറിച്ചൊരു മോശം അഭിപ്രായം തോന്നിയല്ലോ. അങ്ങനെ അല്ലല്ലോ. എല്ലാ ദിവസവും മാധ്യമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന പല കെട്ടുകഥകളുണ്ടായിരുന്നല്ലോ. ആ കെട്ടുകഥകളെ യാഥാർത്ഥ്യമാണെന്ന് സ്ഥാപിക്കാനാണല്ലോ കോൺഗ്രസിൻ്റെ UDFിൻ്റെ നേതാക്കന്മാർ ഈ ചർച്ചകളിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. പിണറായി വിജയനെയോ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ CPM നേതാക്കന്മാരെയോ അവർക്കെതിരായി എന്തെങ്കിലും ഈ കെട്ടുകഥകൾ മെനഞ്ഞ ഏതെങ്കിലും ഒരു മീഡിയക്കാരൻ കൊണ്ടുവന്ന് വെച്ചാൽ അത് വെച്ചുകൊണ്ട് ചർച്ച സംഘടിപ്പിക്കുമ്പോൾ ആ ചർച്ചയിൽ വന്നിരുന്ന ഉറഞ്ഞു തുള്ളുകയായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പോഴാണ് അവർക്ക് വൈകിയാണെങ്കിൽ പോലും ഇതിപ്പോൾ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് എന്ന് പറയാൻ തോന്നിയത്. കൊള്ളാം. അപ്പോൾ തങ്ങളോട് വരുമ്പോൾ അല്ലേ, കാര്യത്തോട് അടുക്കുമ്പോഴാണ് അതിൻ്റെ ഈ പുളി എറിയുന്നത് എന്ന് പറയുന്നത് പോലെ ആയിപ്പോയി. എന്തായാലും കേരളത്തിൽ അപമാനകരമാണ് ഒരു ഉയർന്ന നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായിട്ടുള്ളയാൾ അദ്ദേഹത്തോട്
ഈ നിലയിലേക്കുള്ള സംസാരം. എന്നിട്ട് ഞങ്ങൾ തമ്മിൽ ചേട്ടനും അനിയനുമാണ്, ചേട്ടനും അനിയനും വീട്ടിൽ വിളിക്കുന്നത്, നാട്ടിൽ വിളിക്കുന്നത്, പൊതുപ്രവർത്തകർ വിളിക്കുന്നത് ഈ ഭാഷയാണോ? ആണെങ്കിൽ ഞാൻ സമ്മതിച്ചു. ശരി, ഞങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയിൽ ഇങ്ങനെയാണ് വിളിക്കുന്നത്, നിങ്ങൾ വേറെ എന്തെങ്കിലും വിളിച്ചോ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്നെങ്കിൽ ഞാൻ സമ്മതിച്ചു. മാധ്യമങ്ങളെല്ലാം ഇത്തരത്തിൽ ഉള്ള വാർത്ത വലിയ ഗൗരവത്തോടു കൂടി തന്നെ എടുത്തോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും കൈരളി ഇന്ന് രാവിലെ ഇത് സമയത്ത് തന്നെ അത് ബ്രേക്ക് ചെയ്തത് കൊണ്ട് പലർക്കും ഇത് ഉപേക്ഷിക്കാനായില്ല എന്നതുകൂടി ഒന്ന് ഈ സന്ദർഭത്തിൽ പറയുകയാണ്. അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, ഇപ്പോൾ ഇവിടെ അല്ല ലാലേ, ഡോക്ടർ ലാൽ, അത് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ പലരും വിട്ടുകളയുമല്ലോ. പക്ഷെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവരൊരു എഴുതിയെങ്കിലും കാണിക്കാൻ തയ്യാറാക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് CPM-ൻ്റെ ഏതെങ്കിലും ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഒരു ബ്രാഞ്ച് സെക്രട്ടറിയെ വിളിക്കുന്നതായിരുന്നെങ്കിൽ ഇന്നത്തെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അതല്ലേ ചർച്ചയാക്കാൻ പോണത്. തീർച്ചയായും തീർച്ചയായും. എന്തായാലും ഇന്ന് ഈ അസഭ്യം പറഞ്ഞപ്പോൾ തെറി വിളിച്ചതിനെ നീരസം പ്രകടിപ്പിച്ചു എന്നാണ് ചില മുഖ്യധാരാ മാധ്യമങ്ങൾ കൊടുത്ത തലക്കെട്ട്. എന്തായാലും അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, ഇപ്പോൾ PP ചിത്തരഞ്ജൻ ചൂണ്ടിക്കാട്ടിയ രാഷ്ട്രീയമായൊരു സാഹചര്യമുണ്ട്. KPCCയുടെ അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും, അദ്ദേഹം എടുത്ത ചില നിലപാടുകൾ, കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ, ഇതൊക്കെ ആ UDF-ൽ തന്നെയുള്ള ഈ ഘടകകക്ഷികൾക്ക് പോലും അത്ര പ്രിയങ്കരമല്ലാത്ത കാര്യമാണ്. മുസ്ലിം ലീഗ് വല്ലാത്തൊരു നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതും നമുക്കൊക്കെ അറിയാം. അപ്പോഴൊക്കെ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നം കെ സുധാകരൻ ഇങ്ങനെ സതീശനും കൂടി കൈകൊടുത്ത് പിരിഞ്ഞു പോയാൽ ജനം മറക്കുമെന്ന് കരുതി എല്ലാവർക്കും ക്ഷമിച്ചു പോകാൻ പറ്റുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെ ഉണ്ടാക്കുകയുള്ളോ UDF-ലും കേരള രാഷ്ട്രീയത്തിലും? അല്ല, ഇത് നോക്കൂ, കേരളത്തിൽ UDF നേരിടുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. അത് ഒട്ടും ചെറിയ പ്രതിസന്ധിയല്ല. താങ്കൾ തന്നെ അല്പം മുമ്പ് സൂചിപ്പിച്ചൊരു കാര്യം, 2 പേര് ചേർന്ന് ജാഥ മുന്നോട്ട് കൊണ്ടുപോകുന്നു. 2 പേര് ചേർന്ന് ജാഥ മുന്നോട്ട് കൊണ്ടുപോയാൽ എന്താണ് കുഴപ്പം എന്നൊരു ചോദ്യം ചോദിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, അവർക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്കെന്താ കുഴപ്പം? പക്ഷെ അവർക്ക് കുഴപ്പം ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ 2 പേരെ കൊണ്ട് നയിക്കേണ്ട, 2 പേരെ ഉപയോഗിച്ച് ഈ ജാഥ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് വരുന്നതെന്ന് നമുക്കറിയാം. അതിന് നമ്മൾ വേറെ കോംപ്ലിക്കേറ്റഡ് പൊളിറ്റിക്കൽ സയൻസ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇതിനു മുമ്പ് 2 പേര് നയിച്ച ജാഥയൊക്കെ എവിടെ ഉള്ളത്? എന്റെ ഓർമ്മയിലില്ല. ഞാൻ ഏതൊരു പാർട്ടിയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഏത് പാർട്ടിയും ഒരാളായിരിക്കും നായകനായി നിൽക്കുക. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഇപ്പൊ കോൺഗ്രസിന്റെ അകത്താണെങ്കിൽ പോലും മറ്റുള്ള ജാഥകളൊക്കെ ഒരാൾ നയിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം വ്യത്യസ്തമായ ഒരു സാഹചര്യം കോൺഗ്രസിനകത്ത് വന്നിരിക്കുന്നതിന് കാര്യം ഇത് 2 പേരോട് നയിച്ചേക്കാം എന്ന് വിചാരിക്കുന്നതിന് കാര്യം എന്താ? കാര്യം അവിടെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. ഞാൻ വേറൊരു രീതിയിലേക്ക് ഇതിനെ ഒന്ന് കൊണ്ടുപോവാം. നോക്കൂ, ആദ്യഘട്ടത്തിൽ ഇപ്പോഴത്തെ ഈ ഇന്നത്തെ പ്രയോഗം ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ അല്പം പുറകോട്ട് പോവാം. ആദ്യഘട്ടത്തിൽ കെ സുധാകരൻ പറഞ്ഞെന്താണ്? അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. അദ്ദേഹം അമേരിക്കയിൽ പോയി വന്ന ശേഷം അദ്ദേഹം പറഞ്ഞത് പാർട്ടി പറഞ്ഞാൽ ഞാൻ മത്സരിക്കും എന്നാണ്. പക്ഷെ പാർട്ടി പറയുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. പാർട്ടി പറഞ്ഞാൽ ഞാൻ മത്സരിക്കും എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയുകയും എന്നാൽ പാർട്ടി എന്ന് പറയുന്നത് ആരാണിപ്പം? കേരളത്തിലെ പാർട്ടി KC വേണുഗോപാലും ഈ പറയുന്ന സതീശനും കൂടുന്ന അല്ലെങ്കിൽ അവർ ചേരുന്ന ഒരു കോക്കസ് ആണ്. അതാണ് സത്യം. സുധാകരൻ അതിന്റെ പാർട്ടി പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നെങ്കിൽ പോലും AICC-യുമായി ബന്ധമുള്ള, രാഹുൽ ഗാന്ധിയുമായി ബന്ധമുള്ള KC വേണുഗോപാലാണ് ഇവിടുത്തെ കാര്യങ്ങൾ പലതും നിശ്ചയിക്കുന്നത്. അങ്ങനെ ഇരിക്കെ കേരളത്തിലെ ഒരു പാർലമെന്റ് സീറ്റിലേക്ക് തെരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും KPCC അല്ല സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. അവസാനം ആ തീരുമാനം എടുക്കുക AICC ആണ്. ആ AICC ഇങ്ങനൊരു തീരുമാനം എടുക്കാനുള്ള സാധ്യത ഉണ്ടോ? ഇല്ല. കാര്യം സുധാകരനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യത വളരെ കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് വയനാടോ അല്ലെങ്കിൽ കണ്ണൂരോ എന്ന് പറയുന്നത്, അല്ലേ? അതുകൊണ്ടാണല്ലോ അങ്ങനൊരു കാര്യം വരുന്നത്. അപ്പം ഞാൻ മത്സരിക്കാൻ, സിറ്റിംഗ് MP-മാരെല്ലാം മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരു കാര്യം. വേറെ ആരുടെയും കാര്യത്തിൽ ഡിസ്പ്യൂട്ട് ഇല്ലല്ലോ. ഇപ്പം വടകരയിൽ മുരളീധരൻ മത്സരിക്കുന്നു പറഞ്ഞു, ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളുടെ കാര്യം എടുത്താലും അവർ മത്സരിക്കും എന്ന് പറയുന്നു. സുധാകരന്റെ കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. ആ സുധാകരന്റെ ആബ്സെന്റ് വന്നാൽ ആ ക്ലെയിമാണ് മുസ്ലിം ലീഗ് ഏറ്റവും വലുതായിട്ട് മുന്നോട്ട് വെക്കുന്നത്. സുധാകരൻ തന്നെ പറഞ്ഞിരിക്കുന്നു ഞാൻ മത്സരിക്കാൻ തയ്യാറാണെന്ന്. പാർട്ടി പറഞ്ഞാൽ അപ്പൊ ആരാണ് ഈ പാർട്ടി? KPCC അധ്യക്ഷന്റെ മത്സരിക്കണമെങ്കിൽ ആ തീരുമാനം എടുക്കേണ്ടത് കേരളത്തിൽ നിന്ന് തീരുമാനമെടുത്ത് KPCC പ്രസിഡന്റായ സുധാകരൻ വീണ്ടും മത്സരിക്കണം, കണ്ണൂരിൽ നിന്ന് മത്സരിക്കണം എന്നൊരു തീരുമാനം എടുത്ത് ഇവർ പുറത്തുവിടുവോ?
വിടാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. അതാണ് അതിന്റെ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു പെർട്ടിനന്റ് പോയിന്റ്. പിന്നെ അടുത്ത രസകരമായ ഒരു കാര്യം, കേരളത്തിൽ എങ്ങനെ സുധാകരൻ KPCC അധ്യക്ഷനായി എന്ന് നമുക്കറിയാം. അന്ന് ഞാൻ ഉപയോഗിച്ചൊരു വാക്ക്, ഈ കാട്ടാനയെ കൊണ്ടുവന്ന് വഴിയിലുള്ളവരെ എല്ലാം അത് ആദ്യം ചവിട്ടിക്കൊല്ലും, അത് ആദ്യം ചാകുന്ന മൊത്തം കോൺഗ്രസ്സുകാരായിരിക്കുമെന്ന് ഞാൻ പറയുക തന്നെ ചെയ്തു. ഞാൻ ഉപയോഗിച്ചൊരു പ്രയോഗം ഇതാണ്. കാര്യം അത് അദ്ദേഹത്തെ മോശമായി കാണിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. അദ്ദേഹത്തിന് ഒരു പ്രോപ്പർ സ്ട്രാറ്റജി ഒന്നും പ്ലോട്ട് ചെയ്ത് ഒരു ഇലക്ഷൻ സംസ്ഥാനം മൊത്തത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഒരു പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പേഷ്യൻസ്, കേപ്പബിലിറ്റി ഒക്കെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം കണ്ണൂര് മത്സരിച്ച് പല പ്രാവശ്യം ജയിച്ചതാണ്, കണ്ണൂർ മണ്ഡലത്തിൽ ജയിച്ചതാണ്, പാർലമെന്റ് ജയിച്ചതാണ്. ആ ജയിക്കുന്നത് കൊണ്ട് മാത്രം ഒരു പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശക്തി ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ മാത്രമല്ല പല കോൺഗ്രസ് സുഹൃത്തുക്കളും കോൺഗ്രസ് നേതാക്കന്മാരും പറഞ്ഞൊരു കാര്യമാണ്. കാര്യം ഈ പറയുന്ന സതേൺ കേരളയിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പയറ്റി തെളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ ശൈലി ഒരിക്കലും കോൺഗ്രസിന് വഴങ്ങുന്ന രാഷ്ട്രീയ ശൈലിയല്ല. അങ്ങനെ നിൽക്കെ ഇദ്ദേഹം തന്നെ മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ കണ്ടത് സുധാകരനിൽ നിന്ന് സംഭാഷണ ശൈലി, ആ ചീത്ത വിളിച്ചു എന്നുള്ള ഒരു പ്രയോഗം അവിടെ നിൽക്കട്ടെ, മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ആ രീതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന കുറെ നാളുകളായെങ്കിലും സംസാരിക്കുന്ന ശൈലിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ശൈലി കോൺഗ്രസിന് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ശൈലിയല്ല. കോൺഗ്രസ്സുകാർ അംഗീകരിക്കുന്നില്ല. ഇപ്പം ജോർജ് സാർ പറഞ്ഞു, ജോർജ് സാർ ഇപ്പം കുലം കുത്തി അല്ല ഒരുപാട് പ്രയോഗങ്ങൾ പറഞ്ഞിട്ട് സുധാകരന്റെ വാക്ക് മാത്രം അദ്ദേഹത്തിന് പ്രയോഗിക്കാൻ പറ്റില്ല. ഒരു കാരണവശാലും അദ്ദേഹം പ്രയോഗിക്കില്ല. കാര്യം അദ്ദേഹത്തിന്റെ സാംസ്കാരിക മൂല്യം അത്ര മേളിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ആ കാര്യം അദ്ദേഹത്തിന് പ്രയോഗിക്കാൻ പറ്റാത്ത ഒരു വാക്ക് തന്നെയാണ് സുധാകരൻ ഉപയോഗിച്ചത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൂടെ തന്നെ വ്യക്തമാകുന്നു. കോൺഗ്രസിനോട് സ്നേഹമുള്ള ഒരാളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. അതുപോലല്ലേ കോൺഗ്രസ് മറ്റ് നേതാക്കന്മാരും. ഈ പറയുന്ന ഷാനിമോൾ ഉസ്മാൻ ഇരിക്കുന്ന ഒരു സ്ഥലത്ത്, ഷാനിമോൾ ഉസ്മാനെ നമ്മളിപ്പം തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയാണെങ്കിൽ നമ്മൾ എതിർക്കും. പക്ഷെ അതുകൊണ്ട് ഷാനിമോൾ ഉസ്മാനോട് വ്യക്തിപരമായ നമുക്ക് എതിർപ്പില്ലല്ലോ. അവരിയ്ക്കുന്ന ഒരു വേദി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഇരിക്കുന്ന വേദിയല്ലേ, അതിനെ റെസ്പെക്ട് ചെയ്യണ്ടേ? അപ്പൊ അതൊന്നും നോക്കാതെ, ഇത് യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ സോഷ്യൽ വാല്യൂസ് എന്നൊന്നും മനസ്സിലാക്കാതെ ഐ എന്ന് പറയുന്ന ഞാൻ എന്ന് പറയുന്ന അവസ്ഥയിൽ കൂടെ മാത്രം മുന്നോട്ട് നീങ്ങുന്ന ഒരാളായി സുധാകരൻ മാറിയിരിക്കുന്നു. ഞാനാണ് പാർട്ടി. ലാൽകുമാർ വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥി കൂടി നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ CPM-ന്റെ പരമപ്രധാനപ്പെട്ട നേതാവ് ശ്രീ AK ബാലൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ AK ബാലൻ, ഇത് വളരെ പെട്ടെന്ന് ഈ ചർച്ച അവസാനിപ്പിച്ച് കൊണ്ടുപോകണമെന്നാണ് എല്ലാവർക്കും ആഗ്രഹം. അത്രയ്ക്ക് മോശം ഒരു പദപ്രയോഗം KPCC-യുടെ അധ്യക്ഷൻ്റെ ഭാഗത്ത് നിന്ന് പ്രതിപക്ഷ നേതാവിനെതിരായി വന്നതിനെക്കുറിച്ച് എത്രമാത്രം ചർച്ച ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് തന്നെ ഒരു വലിയ ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അങ്ങയോട് ഈ കാര്യത്തെക്കുറിച്ച് ഒരു അഭിപ്രായം ചോദിക്കാൻ തോന്നുന്നത്. അങ്ങയുടെ പ്രതികരണം എന്താണ്? ലാലെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. ഈ സാംസ്കാരിക കേരളം ലജ്ജിച്ച് തലതാഴ്ത്തുന്ന ഒരു ദിവസമാണ്. KPCC-യുടെ പ്രസിഡന്റ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് പറഞ്ഞത് ഒരു വീട്ടിലിരുന്നു കൊണ്ട് വീട്ടുകാരോട് നമുക്ക് പറയാൻ പറ്റില്ല, പൊതുസമൂഹത്തോട് നമുക്ക് പറയാൻ പറ്റില്ല. കോൺഗ്രസിന്റെ തന്നെ നേതാവും അതുപോലെ തന്നെ മുൻ MLA-യുമായ ഷാനി ഉസ്മാൻ അടുത്തിരിക്കുന്ന സമയത്താണ് ഈ പ്രയോഗം അദ്ദേഹം നടത്തിയത്. അത്രയും ഞാനത് പറയുന്നുണ്ട്. സാധാരണ നിലയിൽ തെരുവ് ഗുണ്ടകൾ പോലും, അതായത് നമ്മൾ വളരെ വളരെ മ്ലേച്ഛമായി കാണുന്ന വിഭാഗങ്ങളിൽ നിന്ന് പോലും ഉണ്ടാകാൻ പാടില്ലാത്ത വൃത്തികെട്ട ഭാഷ എങ്ങനെ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവിന്, അതും KPCC പ്രസിഡന്റിന് ഒരറപ്പുമില്ലാതെ ഉളുപ്പുമില്ലാതെ പറയാൻ കഴിയുന്നു എന്നുള്ളത് നമ്മളെല്ലാം ഞെട്ടിപ്പിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് ഇന്ന് രാജിവെക്കേണ്ടതാണ്. ഞാൻ ഈ ജാഥയിലില്ല, എനിക്കിതിൽ പങ്കെടുക്കാൻ പറ്റില്ല. അഭിമാനബോധമുള്ള ഒരു കോൺഗ്രസ്സുകാരനും ഇന്നത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കീഴിൽ ഒരു രൂപത്തിലും അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയേണ്ടതാ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആദ്യം തന്നെ ഇത് പറഞ്ഞു. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ 2 നേതാക്കന്മാർ നേതൃത്വം കൊടുത്ത ഒരു ജാഥയില്ല. ഇപ്പം മനസ്സിലായല്ലോ ഇവര് 2 പേരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഏത് തലത്തിലേക്കാണ് എത്തിയത് എന്നുള്ളത്. ഒരു പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 2 നേതാക്കന്മാർ ഏതാണ്ട് ചെസ് കളിക്കുന്നത് പോലെയല്ല അങ്ങോട്ടും മൈക്ക് മാറിയത്. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയാം, ബഹുമാനപ്പെട്ട VD സതീശന് അഭിമാനബോധമുണ്ടെങ്കിൽ ഇന്ന് അദ്ദേഹം രാജിവെക്കണം. അല്ലെങ്കിൽ ഈ പ്രയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേലിൽ ഇങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാവായി ഇരിക്കാൻ
ഞാൻ അർഹനല്ല എന്ന് പറഞ്ഞുകൊണ്ട് KPCC പ്രസിഡന്റ് രാജിവെക്കണം. ശ്രീ AK ബാലൻ, ഇത് കെ സുധാകരന് ഒരു അബദ്ധം പറ്റിപ്പോയതാണ് എന്ന് തോന്നുന്നുണ്ടോ? ഇത് VD സതീശനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിലൊരു മാനസികാവസ്ഥ അദ്ദേഹത്തിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞത് എന്ന് തന്നെ കരുതുന്നുണ്ടോ താങ്കൾ? സംശയം എന്താ? ആ മാപ്രയോഗത്തിന് അർഹനാണ് VD സതീശൻ എന്നുള്ളതാണ് അദ്ദേഹം സ്ഥാപിച്ചെടുത്തത്. നിങ്ങൾക്ക് ആ വാചകം കണ്ടാൽ മനസ്സിലാവൂലേ? സാധാരണ നിലയിൽ ഈ പ്രയോഗം നടത്തുമ്പോൾ അതിനർഹനാണ് പ്രതിപക്ഷ നേതാവ്. ഇത്തിരി വൈകിപ്പോയി എന്ന് വിചാരിക്കുക. അതിൻ്റെ അകത്ത് ഇപ്പം എന്താ ഒരു പ്രശ്നം വരാൻ പോകുന്നത്? എന്നിട്ട് ഈ മൈക്കിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇതൊക്കെയാണോ പറയേണ്ടത്? ഇവരുടെ കൂടെയാണോ ഇനിയിപ്പോ ലീഗ് നിൽക്കാൻ പോകുന്നത്? അതാണ് ആ ചോദ്യമാണ് ഞാൻ താങ്കളോട് ചോദിക്കാൻ വന്നത്. ഇതിപ്പോ ആദ്യം തന്നെ ഇവര് 3 സീറ്റിനല്ല 4 സീറ്റിന് അർഹത ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്തത് മുരളിയല്ലേ? അവകാശവാദമില്ലാത്ത കാര്യങ്ങളിലേക്ക് അവകാശ ബോധത്തിലേക്ക് എത്തിച്ചതല്ലോ ലീഗിനെ മുരളീധരൻ. നല്ല നേതാക്കന്മാർ തന്നെയായി വരും. ആദ്യം ലീഗ് ശക്തമായിട്ട് ഇത് ആവശ്യപ്പെട്ടിട്ടില്ല കേട്ടോ. പിന്നീട് മുരളിയാണ് ഇത് തുടങ്ങുന്നത്. 3നും 4നും ഒക്കെ തന്നെ അർഹരാണെന്നുള്ള നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ ആ സീറ്റ് കൂടി തന്നുകൂടെ എന്ന് അവർ ചോദിക്കൂലേ? തെറ്റ് പറയാൻ പറ്റുമോ? അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അർഹതപ്പെട്ടൊരു ഡിമാൻഡ് ആണല്ലോ അവരിപ്പം വെച്ചിട്ടുള്ളത്. അതിന് പ്രോത്സാഹനം കൊടുത്താരാ? അതിന് നാന്തി കുറിച്ചതാരാ? അതിന് കാരണക്കാരാരാ? മുസ്ലിം ലീഗാണോ? കോൺഗ്രസ്സുകാർ തന്നെയല്ലേ? കോൺഗ്രസിന്റെ ഒരു നേതാവിന്റെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്തത് ഇപ്പം നമ്മൾ പറഞ്ഞു. മുരളീന്റെ വായിൽ നിന്ന് വന്നതോ? അല്ല, ഇനിയിപ്പോൾ നാളെ അങ്ങോട്ടേക്ക് ഇതും ചോദിച്ചു വരികയാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണ്, ഞാൻ വലിയ ഒരു സിംഹമാണെന്നൊക്കെയാണല്ലോ സുധാകരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും മുസ്ലിം ലീഗിനെ പേടിപ്പിച്ചതാണോ ഇത്? സുധാകരന്റെ സിംഹത്തെ പറ്റിയിട്ടൊക്കെ ദയവ് ഇത് എന്നോട് പറയരുത്. ഞാനിത് കണ്ടതും കേട്ടതും അനുഭവിച്ച ഒരാളാണ്. പറഞ്ഞ മനസ്സിലായി. ഇപ്പൊ മമ്പ്ര ദിവാറിനോട് ചോദിച്ചാൽ മതി. എന്തായാലും വളരെ നന്ദി ശ്രീ AK ബാലൻ, ഈ ചെറിയ സമയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. ഇടവേള കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീ AK ബാലനും ഇപ്പോൾ പറഞ്ഞത്. ശ്രീ N ലാൽകുമാർ നേരത്തെ പറഞ്ഞു നിർത്തിയത് അത് ചെറിയ വിഷയമല്ല. ഇത് രാഷ്ട്രീയമായി കെ സുധാകരൻ രാഷ്ട്രീയത്തിൽ കളം വീണ്ടും പിടിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്നുകൂടി ഇതിനെ കാണണം എന്നാണോ? പ്രൊഫസർ AG ജോർജ്, ഒരു 2.5 മിനിറ്റാണ് താങ്കൾക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞത് നന്നായി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ പ്രത്യാഘാതമുണ്ട്. കെ സുധാകരൻ അറിയാതെ പറഞ്ഞൊരു വാക്ക് നാവ് പിഴയൊന്നുമല്ല. ഇത് രാഷ്ട്രീയമായി അറിഞ്ഞുകൊണ്ട് അദ്ദേഹം മറ്റുള്ളവർക്ക് കൊടുത്ത ഒരു പണിയാണ്. കോൺഗ്രസ് ഞാനില്ലാതെ അങ്ങനെ മുന്നോട്ട് പോകണ്ട എന്ന അദ്ദേഹത്തിൻ്റെ മനോഭാവമാണ് എന്നൊരു നിരീക്ഷണമുണ്ട്. ലാലെ, ഇത്തരം നറേറ്റീവുകൾ നിങ്ങൾ കുറച്ച് നേരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. ഇതിനപ്പുറം വലിയ പ്രാധാന്യമൊന്നും ആ നറേറ്റീവിന് കോൺഗ്രസ് പാർട്ടി കൊടുക്കുന്നില്ല. കാരണം കോൺഗ്രസ് പാർട്ടിയിലുള്ള ആർക്കും തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ഊതിപ്പെരുപ്പിച്ച് കാണിക്കുന്ന പ്രാധാന്യമൊന്നുമില്ല. ഇവിടെ ബഹുമാനപ്പെട്ട PP ചിത്തരഞ്ജൻ MLA അദ്ദേഹം ഒരു രാഷ്ട്രീയ അഭിപ്രായം, രാഷ്ട്രീയ പ്രസംഗമാണ് നടത്തിയത്. അതിന് മറുപടി പറയാൻ എനിക്കുണ്ട്, പക്ഷേ അതിനുള്ള അവസരമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അദ്ദേഹം പറയുന്നു കോൺഗ്രസിനകത്ത് ആകെക്കൂടെ കുഴപ്പമാണ്. VM സുധീരൻ KPCC ഓഫീസിൽ കയറിയിട്ട് അനേക നാളുകളായി. അദ്ദേഹം മറന്നുപോയെന്ന് തോന്നുന്നു. ഈ അടുത്ത സമയത്തും VM സുധീരൻ KPCCയിലെ ഒരു യോഗത്തിൽ പങ്കെടുത്തയാളാണ്. അപ്പോൾ അതൊക്കെ അദ്ദേഹം സൗകര്യപൂർവ്വം മറന്നതായിരിക്കാം. അദ്ദേഹം മുല്ലപ്പള്ളി വരാത്തത് മുല്ലപ്പള്ളിയുടെ സ്വന്തം കാര്യം. ഇവിടെ അങ്ങൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അങ്ങ് വ്യാകുലപ്പെടുന്നത് പോലെ ഒരു വ്യാകുലവും കോൺഗ്രസ് പാർട്ടിക്കകത്ത് ആരുടെ ഇടയിലുമില്ല, നേതാക്കന്മാരുടെ ഇടയിലുമില്ല. നിങ്ങൾ ഈ സുധാകരനെയും സതീശനെയും കൂടെ തെറ്റിക്കാനായിട്ട് ബോധപൂർവം നടത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ലാലെ, എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് എന്റെ കാര്യം പറയാൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണ്ടായി. അങ്ങേക്ക് താല്പര്യമുള്ള പ്രസംഗം കേൾക്കുമ്പോൾ അങ്ങ് വളരെ നിശബ്ദനായി ദീർഘനേരം ഇരിക്കുമല്ലോ. എന്നെ ഒരു വാക്യം പറയാൻ അങ്ങ് പൂർത്തീകരിക്കാൻ അനുവദിക്കില്ലല്ലോ. ഞാൻ 3 പേർക്കെതിരായിട്ടല്ലേ? നിങ്ങളുടെ നറേറ്റീവ് കേൾക്കാൻ വന്നവനല്ല ഞാൻ. നിങ്ങളുടെ നറേറ്റീവൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കുക ഇത്രയും നേരം. അഡ്വക്കേറ്റ് ലാൽകുമാർ പറഞ്ഞു സുധാകരൻ മത്സരിക്കാനുള്ള സാധ്യതയില്ല. അദ്ദേഹത്തിന് എവിടുന്നാണ് ഈ പ്രവാചക ദൃഷ്ടി ഉണ്ടായതെന്ന് എനിക്കറിയാൻ പാടില്ല. സുധാകരൻ മത്സരിക്കുന്നില്ല എന്നല്ല, അദ്ദേഹം ആദ്യം പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത് ശരിയാണ്. അതിനുശേഷം പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് പറഞ്ഞതും ശരിയാണ്. ആ പാർട്ടി എന്ന് പറഞ്ഞാൽ
കേന്ദ്ര കമ്മിറ്റി അദ്ദേഹത്തോട് നിശ്ചയിച്ച് മത്സരിക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം മത്സരിക്കണമെന്ന് തന്നെയാണ് തീരുമാനം. കണ്ണൂർ സീറ്റ് ഏതാണ്ട് ഒഴിവാക്കാൻ പോകുന്നു എന്നുള്ള മട്ടിലാണ് അഡ്വക്കേറ്റ് ലാൽകുമാർ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിച്ചത്. അത് മുസ്ലിം ലീഗിന് കൊടുക്കേണ്ടതായിട്ട് വരുമെന്നൊക്കെ പറഞ്ഞ് വലിയ നറേറ്റീവാണ് രണ്ടുപേരും കൂടെ, ബഹുമാനപ്പെട്ട ചിത്തരഞ്ജൻ MLA-യും അഡ്വക്കേറ്റ് ലാൽകുമാറും കൂടെ കുറേ നേരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കോൺഗ്രസ് പാർട്ടിയെ കുറിച്ചൊന്നും അധികം വ്യാകുലപ്പെടേണ്ട. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും യാതൊരു ആശങ്കയും വേണ്ട. നിങ്ങൾക്ക് മുസ്ലിം ലീഗിനെ നിങ്ങളുടെ ചാക്കിലോട്ട് കയറ്റാനാണ് നിങ്ങളുടെ ഗൂഢശ്രമമെങ്കിൽ നടക്കുമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ നമ്മൾ 10 മണി വരെ ഇരുന്ന് ചർച്ച ചെയ്താലും 10 മണി വരെ ഇരുന്ന് ചർച്ച ചെയ്താലും മുസ്ലിം ലീഗിനെ കൊണ്ട് പോകാമെന്ന് വിചാരിക്കേണ്ട. കോൺഗ്രസിനെ നിങ്ങൾ ചേർന്ന് അധിക്ഷേപിക്കുകയാണോ ഈ കാര്യത്തിൽ? അല്ല, ബഹുമാനപ്പെട്ട ജോർജ് സാർ പറഞ്ഞ കേട്ടു, സതീശനെയും സുധാകരനെയും തമ്മിൽ തെറ്റിക്കാൻ നിങ്ങൾ നോക്കേണ്ടതെന്നാണ്. പിന്നെ അവർ തമ്മിൽ വലിയ ഐക്യമാണെന്നാണോ അദ്ദേഹം സ്ഥാപിക്കുന്നത്? അവർ തമ്മിൽ തെറ്റലാണല്ലോ, അതുകൊണ്ടാണല്ലോ ഒരു തെറ്റലുമില്ല. ആ മാപ്രയോഗം നടത്തിയിട്ട് എവിടെ പോയി കിടക്കുന്നതെന്ന് ചോദിച്ചത്. ഒരു തെറ്റലുമില്ല സാർ. ഏതാ മാപ്രയോഗം നടത്തിയിട്ട് എവിടെ പോയി കിടക്കുന്നതെന്ന് ചോദിച്ചല്ലോ. അല്ല, തെറ്റില്ല, കുഴപ്പം ഞങ്ങൾക്കിനകത്ത് പ്രശ്നം. ഞാൻ പറഞ്ഞത് ജനങ്ങൾ കാണുകയല്ലേ, ജനങ്ങൾ കാണുകയല്ലേ സാർ. അങ്ങയുടെ നേതാക്കൾ നടത്തിയ പ്രയോഗങ്ങളൊക്കെ മറന്നുപോയോ അങ്ങ്? അദ്ദേഹം പറയട്ടെ. ഞങ്ങളുടെ പാർട്ടി സഹാക്കളെ കുറിച്ച് ഞങ്ങളുടെ പാർട്ടി സഹാക്കന്മാർ ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല മറ്റേ പണി ഞങ്ങളുടെ പാർട്ടി സഖാക്കൾ, ഞങ്ങളുടെ അതാണോ ഇത്? അതാണോ ആര് പറഞ്ഞു? അല്ല ആ പണി സമയം അങ്ങ് കളഞ്ഞതുകൊണ്ടാകില്ല. ശ്രീ PP ചിത്തരഞ്ജൻ പൂർത്തിയാക്കട്ടെ. അല്ല, പറഞ്ഞോട്ടെ. ഒരു വിരോധവും ഇല്ല, അദ്ദേഹം പറയട്ടെ. അല്ല ജോർജ് സാർ അദ്ദേഹം എന്തുമാത്രം വികാരം കൊണ്ടിട്ട് കാര്യമില്ല സാർ. സംഗതി ജനങ്ങളെല്ലാം കാണുകയാണ്. നിങ്ങളുടെ, ഞാൻ പറഞ്ഞില്ലേ, ആ മഹത്തായ കസേരയിൽ, മഹനീയമായ പാരമ്പര്യമുള്ള കസേരയിൽ കയറി ഇരുന്നു കൊണ്ട് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അത് കേരളീയ സമൂഹം കേൾക്കുകയല്ലേ. ഇവിടെ ബെയ്ക്കെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ വീണ്ടും പച്ചത്തെറികൾ കൂട്ടത്തോട് വരാൻ പോവുകയാണ്. ആ ഷാനിമോൾ ഉസ്മാനും ബാബു പ്രസാദും കൂടെ ഇടപെട്ട് മെയ്ക്ക് ക്യാമറ എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ കഴിയില്ലേ? അദ്ദേഹം അടുത്ത് തുടങ്ങാൻ പോവുകയായിരുന്നു. അവരത് പറഞ്ഞില്ലെങ്കിൽ കൂടുതൽ നമുക്ക് കേൾക്കാമായിരുന്നു. പൂരപ്പാട്ട് ഇതെവിടെയാണ്? പ്രസ് ക്ലബിലാണ്. പ്രസ് ക്ലബിൽ വന്ന് എന്റെ ഭാവന സൃഷ്ടിയല്ല. നിങ്ങൾ കേൾക്കൂ, അങ്ങ് കേൾക്കൂ. ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കൂ. എൻ്റെ നാട്ടിൽ വെച്ചാണല്ലോ, ഇവിടെ ആലപ്പുഴ വെച്ചാണല്ലോ. എന്തായാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ജാഥ ഒരെണ്ണം വെച്ചെന്താ സമരാക്തി, അത് ഏത് രൂപത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ജാഥയുടെ ക്ലച്ച് വിട്ടെന്ന് പറയുന്നത്, സ്വാഗതം പറഞ്ഞത് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ശ്രീ K. സുരേന്ദ്രൻ എന്നാണ്. ആര്? ഒരു MP, കോൺഗ്രസിൻ്റെ MP ആന്റണി പത്തനംതിട്ട ചെന്നപ്പോൾ ജാഥയുടെ ക്യാപ്റ്റന്റെ പേര് പോലും K. സുധാകരന് പകരം K. സുരേന്ദ്രൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റിപ്പോയതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ സ്വന്തം പാർട്ടിയുടെ പ്രസിഡന്റിന്റെ പേര് മാറ്റി പറഞ്ഞതാണോ? എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം പത്തനംതിട്ട മത്സരിക്കുകയാണ്. BJPയുടെ വോട്ട് കൊണ്ടാണോ ഉദ്ദേശിച്ചത് അറിഞ്ഞുകൂടാ. അതല്ല, ഇത് രണ്ടും ഒന്നാണെന്നുള്ള നിലയിലാണോ എന്ന് അറിഞ്ഞുകൂടാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ്റെ പേര് എങ്ങനെ തെറ്റും? K. സുധാകരൻ എന്നുള്ള പേര് പറയേണ്ട സ്ഥലത്ത് K. സുരേന്ദ്രൻ എന്ന് പറഞ്ഞു എന്നാണ് ചാനലുകളിലെല്ലാം കാണിക്കുന്നത്. ഞാൻ പറഞ്ഞത് എന്താണ് ഈ ജാഥയുടെ അവസ്ഥ? ഈ ചൂടിന്, ഈ ജനപ്രതിനിധിയല്ലേ ഇത്രയും ബാലിശമായ, ഈ കടുത്ത ചൂടിന് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എത്ര ബാലിശമായ വാദങ്ങളാണ്. ശരി, അവസാനത്തെ വാചകം ഞാൻ പറയാണ്, ഓരോരുത്തർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പിന്നെ ലീഗിനെ ഒന്നും ഞങ്ങളാരും ചാക്കൽ കയറ്റേണ്ട ഒരു കാര്യമില്ല. ലീഗിന് അധിക നാളെ അപ്പുറത്ത് നിൽക്കാനൊക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? അവിടെ BJPയുടെ B ടീമായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്.
അതിനോടൊപ്പം ന്യൂനപക്ഷ ജനവിഭാഗത്തിന് വേണ്ടി നിൽക്കുന്ന ലീഗിൽ എത്ര നാൾ നിൽക്കാൻ കഴിയും? പിന്നെ ഇത്ര സംസ്കാര സമ്പന്നനായ ഒരു KPCC പ്രസിഡന്റിന്റെ കീഴിൽ എത്ര നാൾ ലീഗിന് നിൽക്കാൻ കഴിയും? അതുകൊണ്ട് ഞങ്ങളൊരു ചാക്കിലും കയറ്റേണ്ട കാര്യമില്ല, ഞങ്ങളൊരു ചാക്കുമായിട്ട് നടക്കുന്നില്ല. പക്ഷെ ലീഗിന് അവരുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കേണ്ടി വരും, അവർക്ക് നിലപാട് സ്വീകരിക്കേണ്ടി വരും. അത് നാളെ കാലം കാണട്ടെ. പോയോ ഈ എന്താണ് ഈ വിയർപ്പിൽ? അല്ല, ഇവിടെ ജോർജ് സാർ പറഞ്ഞൊരു കാര്യം, എനിക്ക് എങ്ങനെ ഒരു ദൃഷ്ടി കിട്ടി സുധാകരൻ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ വാദം. അതിനകത്ത് എനിക്കുള്ള മറുപടി, നാട്ടിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ വെച്ചിട്ടാണല്ലോ നമ്മളൊരു അഭിപ്രായം ഉണ്ടാക്കുക. കേരളത്തിൽ കോൺഗ്രസിന് ചുമരെഴുത്തില്ലാത്ത സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരും വയനാടും മാത്രമേ ഉള്ളൂ. വയനാട്ടിൽ ഇപ്പൊ രാഹുൽ ഗാന്ധി വരുമോ ഇല്ലയോ എന്നറിയത്തില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് എഴുതാൻ പറ്റില്ല. മറ്റുള്ള എല്ലാ മണ്ഡലങ്ങളും, കോൺഗ്രസിന്റെ മണ്ഡലങ്ങളിലും അവർ ചുവരെഴുത്ത് നടത്തി കഴിഞ്ഞിരിക്കുന്നു. അവര് ഒരുമാതിരിപ്പെട്ട, ഇപ്പം ആലപ്പുഴയുടെ കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ബാക്കിയുള്ളിടത്തെല്ലാം, ഇവിടെ പത്തനംതിട്ട, അല്ലെങ്കിൽ ഈ പറയുന്ന തരൂര്, ശ്രീകണ്ഠൻ, പ്രതാപൻ തന്നെ ഇറങ്ങി വന്ന് പറഞ്ഞു ഇന്നോലെ എന്റെ പേര് എഴുതി വെക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ചുവരെഴുത്തൊക്കെ തുടങ്ങി. സുധാകരന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് അത് എഴുതുന്നില്ല? എഴുതി വെച്ചാൽ പോരെ അപ്പം? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത് വ്യക്തമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റുള്ള ഒരു സ്ഥലത്തെ പോലെ അല്ല കണ്ണൂർ ഈ പ്രാവശ്യം നിൽക്കുന്നത്. ഞാനത് ചുമ്മാതെ പറഞ്ഞതല്ല. നമ്മുടെ മുന്നിലുള്ള മാധ്യമ വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ കൃത്യമായി ചുവരെഴുത്ത് വരുന്നു, ഇവിടെ ചുവരെഴുത്തില്ല. ശരി, എന്തായാലും അവിടെ ഞാൻ നിർത്തുകയാണ്. ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. എന്തായാലും മൈക്ക് ഓണാണ് എന്ന് ഓർമ്മിപ്പിച്ചത് കൊണ്ട് മാത്രം ഇന്ന് കേരളം രക്ഷപ്പെട്ടു എന്നാണ് ഈ ചർച്ചയിൽ എല്ലാവരും ഒരേപോലെ അഭിപ്രായപ്പെടുന്നത്. അത് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ജോർജ് സാറ് പോലും അത്തരത്തിൽ ഒരു രക്ഷപ്പെടലിന് വലിയ ആശ്വാസം കാണുകയാണ്. പക്ഷേ ഇത് എത്ര നേരത്തേക്കുള്ള, എത്ര ദിവസത്തേക്കുള്ള രക്ഷപ്പെടലാണ്? കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന UDFലെ മറ്റ് ഘടകകക്ഷികൾക്ക് ഇങ്ങനെ ഒരു KPCC അധ്യക്ഷൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും തമ്മിലുള്ള ഒരു പോരാട്ടം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനാകുമോ? ഇതൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ വലിയ ചർച്ചയാകും. നാളെ അറിയേണ്ടത് മുസ്ലിം ലീഗിൻ്റെ തീരുമാനവുമാണ്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ PP ചിത്തരഞ്ജൻ, ഒപ്പം പ്രൊഫസർ AG ജോർജ്, അഡ്വക്കേറ്റ് N ലാൽകുമാർ, ശ്രീ AK ബാലൻ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.